നമ്മുടെ അധ്യാപികയായ സുഹൈല ടീച്ചറുടെ ഡയസ്പോറ എന്ന കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനമാണ്. പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന KN മാഷ്, അധ്യക്ഷനായ മനോജ് മാഷ്, പുസ്തകം പരിചയപ്പെടുത്തുന്ന SP, പിന്നെ കവിയായിട്ടുള്ള സുഹൈല ടീച്ചർ, എല്ലാവരെയും മലയാള കേരള പഠന വിഭാഗത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. പുസ്തക പ്രകാശനത്തിലേക്ക് കടക്കാം എന്ന് വിചാരിക്കുന്നു. പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി KN മാഷെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി MB മനോജ് മാഷെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഡയസ്പോറ എന്ന പുസ്തകം പരിചയപ്പെടുത്തി സംസാരിക്കുന്നതിന് വേണ്ടി ശിവപ്രസാദ് മാഷെ ക്ഷണിക്കുന്നു. ഡയസ്പോറ പ്രണയ കവിതകൾ എന്ന പുസ്തകം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ പ്രകാശിതമായി. KN മാഷ് പ്രകാശിപ്പിച്ചപ്പോൾ ഒരു കൗതുകം കൂടി ഈ പുസ്തകത്തെ സംബന്ധിച്ച് സംഭവിച്ചു. അത് ഈ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയിട്ടുള്ളത് അദ്ദേഹമാണ്. അപ്പോൾ അവതാരിക എഴുതിയ ആൾ തന്നെ ഒരു പുസ്തകം പ്രകാശിപ്പിച്ചു എന്ന സന്തോഷവും കൗതുകവും കൂടി ഈ പുസ്തകത്തെ പ്രധാനപ്പെട്ടതാക്കുന്നു. സുഹൈലയുടെ 19 കവിതകളുള്ള ഒരു പുസ്തകമാണിത്. KN മാഷിൻ്റെ അവതാരിക കൂടാതെ 19 കവിതകളാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്നർത്ഥം. ചിന്ത പബ്ലിഷേഴ്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 120 രൂപയാണ് ഇതിൻ്റെ വില. 48 പേജ് ഉള്ള ഒരു ചെറിയ പുസ്തകമാണ്. അതിൻ്റെ രൂപം കൊണ്ട്, തീർച്ചയായിട്ടും രൂപം കൊണ്ടാണ് ചെറുപ്പം. അതുകൊണ്ട് ഒരു പക്ഷേ വളരെ പെട്ടെന്ന് വായിക്കാൻ പറ്റും. നമ്മളൊന്ന് ഒരു അരമണിക്കൂറൊക്കെ എടുത്ത് തന്നെ വേണമെങ്കിൽ സമാധാനത്തോടെ വായിച്ചു തീർക്കാവുന്ന രൂപമാണ് ഈ പുസ്തകത്തിൻ്റെ. അതൊരു തരത്തിൽ ഇക്കാലത്ത് വളരെ പ്രധാനപ്പെട്ടാണെന്ന് ഞാൻ തോന്നുന്നു. കുറേ കവിതകളുള്ള വലിയൊരു പുസ്തകം ആയിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്കത് എടുക്കാനൊക്കെ ഒരു മടി വന്നേനെ. പ്രത്യേകിച്ച് കവിതകളുടെ കാര്യത്തിൽ നമ്മൾ രാവിലെ വിഷ്ണുപ്രസാദും വിമീഷ് മണിയൂരും സംസാരിച്ച സമയത്ത് നമ്മൾ കവിതകളെക്കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിച്ചു. കവിതയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്, കവിതയുടെ വായനക്കാരെവിടെയാണ്, ഏത് നിലയ്ക്കൊക്കെയാണ് കവിത അതിജീവിക്കുന്നത്, കവിതയ്ക്ക് ആ നിലയ്ക്ക് അവർ വളരെ പോസിറ്റീവായിട്ടാണ് അതിനെ പറഞ്ഞത്. അത്ര പോസിറ്റീവാണോ കാര്യങ്ങൾ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊക്കെ ഉണ്ട്. കാരണം നമ്മുടെ വാരികകളിലോ അയച്ചുപതിപ്പുകളിലോ അല്ലെങ്കിൽ ഈ ഓൺലൈൻ പോർട്ടലുകളിലോ ഒക്കെ കവിത വരുന്നുണ്ടെങ്കിലും കവിത മുൻപ് ആഘോഷിക്കപ്പെട്ടതുപോലെ ആഘോഷിക്കപ്പെടുന്നതായിട്ടൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. വളരെ അപൂർവമായാണ് അങ്ങനെ ചിലത് സംഭവിക്കുന്നത്. ഇപ്പം ഇടയ്ക്ക് നമ്മുടെ പഴയ ചില പ്രധാനപ്പെട്ട കവികൾ ഇടയ്ക്ക് ഒരു കവിത, ഇപ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ചില കവിതകൾ ഇടയ്ക്ക് വലിയ തോതിൽ ചർച്ചയായത് നമ്മൾ കണ്ടു. അങ്ങനെ അപൂർവമായി ചില കവിതകൾ ചർച്ചയാവുന്നു എന്നതിൽ കവിഞ്ഞ് കവിതകൾ താരതമ്യേന ഒരു അതിജീവനത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്നുണ്ടെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. അത് കവിതയുടെ പ്രശ്നമല്ല, നമ്മുടെ വേറെ എന്തോ നിലയ്ക്കുള്ളൂ. അത് വിഷ്ണുപ്രസാദ് വളരെ ദീർഘമായിട്ട് അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ സുഹൈലയ്ക്ക് ഈ കവിത പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ഡയസ്പോറയിലേക്ക് വരുമ്പോൾ ഒരു കൗതുകം തോന്നുന്നത് അങ്ങനെ നമുക്ക് മനസ്സിലാവാത്ത ഒന്നും ഇതിൽ കവിതയായി ചമഞ്ഞു വന്ന് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. കവിത ഒരു ചമയലാണ്, അലങ്കാരമാണ്, രൂപകമാണ്. നമ്മൾ തുടക്കത്തിൽ അത് പറഞ്ഞു എന്ന്. കവിതയുടെ ആടയാഭരണങ്ങൾ താരതമ്യേന പൊഴിച്ചു കളഞ്ഞ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാനും അല്ലെങ്കിൽ നമ്മളായിട്ട് വായിക്കാനും പറ്റുന്ന കവിതകൾ ധാരാളമായിട്ട് ഈ പുസ്തകത്തിൽ കാണുന്നു. മറ്റൊരു വലിയ കൗതുകം, അത് എനിക്ക് തോന്നുന്നു വലിയതെന്ന് പറയാൻ കാരണം, പെട്ടെന്ന് ചേർന്ന് പോകാത്ത, മലയാളത്തെ സംബന്ധിച്ച് പെട്ടെന്ന് ചേർന്ന് പോകാത്ത 2 കാര്യങ്ങൾ ഈ കവിതയ്ക്കകത്ത് വളരെ സവിശേഷമായി ഒത്തുചേർന്നിരിക്കുന്നു. അത് പ്രണയവും രാഷ്ട്രീയവുമാണ്. നമുക്ക് രാഷ്ട്രീയ കവിതകളിലൊക്കെ വലിയ ജോണർ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് 70കളൊക്കെ നമുക്ക് ധാരാളം കവിതകൾ ആ നിലയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷേ പ്രണയവും രാഷ്ട്രീയവും പുറത്ത് ധാരാളം ഉണ്ട്. അങ്ങനെ മലയാളത്തിൽ അത്ര വലിയ മാതൃകകളില്ലാന്ന് തോന്നുന്നു. അത് രണ്ടും വളരെ അത് ബോധപൂർവമാണെന്ന് പോലും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം സുഹൈല ഇത് രണ്ടിലും ഒരേപോലെ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന, രാഷ്ട്രീയം ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന
അത്തരത്തിൽ സംഘടനാ പ്രവർത്തനമൊക്കെ ഉള്ള പൊളിറ്റിക്കലായ ഒരാൾ എന്ന നിലയ്ക്ക് അവരുടെ പ്രണയവും അവരുടെ കവിതയും സ്വാഭാവികമെന്നോണം പൊളിറ്റിക്കലാവുന്നു. അപ്പം അതുകൊണ്ട് ഇതിനകത്തുള്ള പല കവിതകളും ജനിക്കാതിരിക്കുന്ന മകൾക്ക് ക്യൂബ എന്ന് പേരിടാൻ ആഗ്രഹിക്കുന്ന ഒരാഖ്യാതാവിനെ ഇതിനകത്ത് കാണാം. ഫിദലിനെ കുറിച്ച് ഓർക്കുന്ന ഒരു ആഖ്യാതാവിനെ ഇതിനകത്ത് കാണാം. ദസ്തയേവ്സ്കിയുടെ ഒരു ദിവസം വളരെ സവിസ്തരം കാത്തിരിക്കുന്ന ദസ്തയേവ്സ്കിയെ സവിസ്തരം പിന്തുടരുന്ന ഒരു കവിത ഇതിനകത്ത് കാണാം. അപ്പോൾ തൻ്റെ പ്രണയം ഒരാളോടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോടോ ആയിരിക്കെ തന്നെ, അത് അങ്ങനെ തന്നെ ആയിരിക്കാം ഭൗതികമായി, അങ്ങനെ ആയിരിക്കെ തന്നെ ആഖ്യാതാവ് കവിതയിലേക്ക് വരുന്ന സമയത്ത്, കവിയായിരിക്കുന്ന സമയത്ത് ആ പ്രണയത്തിന് രാഷ്ട്രീയ മാനങ്ങളുള്ള രൂപാന്തരം സംഭവിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പലതരത്തിൽ ഇപ്പോൾ ഫിദലിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഫിദലിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ ഞാൻ അങ്ങയുടെ അടുത്ത് വന്ന് സംസാരിക്കും, അങ്ങയെ ചേർത്ത് പിടിക്കും, അങ്ങയെ ചുംബിക്കും എന്ന് പറയുന്ന വിധത്തിൽ അതിൻ്റെ പൊളിറ്റിക്സ് നമുക്കറിയാം. അതൊരു സാധാരണ പ്രണയ കവിതയല്ല. പക്ഷേ ഇതിൻ്റെ എല്ലാം അകത്ത് വളരെ സൂക്ഷ്മമായി പ്രണയം മാത്രമാണ് ആവിഷ്കരിക്കപ്പെടുന്നതെന്നും ആ നിലയ്ക്ക് പറയാം. പ്രണയ കവിതകൾ എന്ന ടൈറ്റിൽ തന്നെ കാണാം ഡയസ്പോറ എന്നതിൻ്റെ താഴെ. മറ്റൊരു വലിയ കൗതുകം എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഡയസ്പോറ എന്നുള്ള ടൈറ്റിൽ തന്നെയാണ്. ഡയസ്പോറ എങ്ങനെയാണ് പ്രണയ കവിതകൾക്ക് ഇടാൻ പറ്റിയ ഒരു ടൈറ്റിലാവുക എന്ന് തന്നെ ആലോചിച്ച് നോക്കുക. എന്തൊരു കൗതുകമാണത്. ഒരർത്ഥത്തിൽ എല്ലാ പ്രണയവും നമ്മളെ ഡയസ്പോറയിലേക്കാണ് എത്തിക്കുന്നത് എന്ന് വളരെ സൂക്ഷ്മമായിട്ട്, അല്ലേ, ഒരു പറിച്ചു നടലിൻ്റെ, ഒരു പലായനത്തിൻ്റെ, സ്വന്തം ഭൂമി നഷ്ടപ്പെടുന്നതിൻ്റെ, സ്വന്തം ശരീരം നഷ്ടപ്പെടുന്നതിൻ്റെ, നീയില്ല എങ്കിൽ ഞാനാകുകയില്ല എന്ന് പറയുന്ന ഗൃഹാതുരത കലർന്ന ഒരു സവിശേഷ ദേശത്തിൻ്റെ, അത് സ്വന്തം ശരീരമാണ് ആ ദേശം എന്നൊരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ സ്വന്തം ശരീരത്തിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വരുന്ന ഒരു സവിശേഷമായ പ്രണയം ഈ കവിതകളെ എല്ലാം അടിമുടി പ്രത്യേകതയുള്ളതാക്കുന്നു എന്നുള്ളതാണ്. വളരെ മനോഹരമായിട്ട് ഇതിൻ്റെ അവതാരികയിൽ കെ.എൻ. മാഷ് അത് വേറൊരു വിധത്തിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കവിതകളുടെ മൂല്യം എന്താണ് എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഈ കവിതകൾ മുഴുവൻ വായിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് വായിക്കേണ്ട കവിതകളാണ്. ചില കവിതകളൊന്ന് പരിചയപ്പെടുത്താതിരിക്കാനും പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഡയസ്പോറ എന്നുള്ള പേരിൽ തന്നെ ഒന്നിലധികം കവിതകളുണ്ട് ഈ പുസ്തകത്തിൽ. എന്തുകൊണ്ട് ഡയസ്പോറ കവിതയ്ക്ക് പേര് വരുന്നു, ഒരു പുസ്തകത്തിൻ്റെ ശീർഷകമായി എന്തുകൊണ്ട് ഡയസ്പോറ വരുന്നു, ഡയസ്പോറയുടെ താഴെ പ്രണയ കവിതകളിൽ നിന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ ഈ പുസ്തകം കയ്യിലെടുക്കുന്ന ആൾ ഒരിക്കലും ഇത് ഒരു കവിതയാണെന്ന് വിചാരിക്കാനിടയില്ല. ആ ടൈറ്റിൽ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് നമുക്ക് അങ്ങനെ ഒരു ലിറ്ററേച്ചർ, ഇപ്പം നമുക്ക് നോൺ ഫിക്ഷനിൽ വലിയൊരു ശാഖ തന്നെയുണ്ട് ഡയസ്പോറയുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളും. കാരണം നമ്മുടെ നാട് അതിവേഗം ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഡയസ്പോറ എന്താണ്, അതിൻ്റെ ഭീകരത എന്താണെന്നൊക്കെ അതിവേഗം നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട് ഇപ്പോഴും. പക്ഷേ ഇവിടെ പ്രണയത്തിൻ്റെ ഭാഗമായി ഡയസ്പോറ എന്നുള്ള പദം വരുന്നു. ആദ്യത്തെ ഡയസ്പോറ എന്നുള്ള കവിത തന്നെ നോക്കൂ. ഞാനൊരു ഡയസ്പോറ, എൻ്റെ പ്രേമം കെട്ടത് മെലിഞ്ഞത്, കൺപോളകൾക്ക് താഴെ വിളർച്ചയുടെ പാടുള്ളത്, ചിരിക്കുന്ന തെരുവ് പോലെ, നിസ്സഹായരായ വഴിവാണിഭക്കാരെ പോലെ, അവരുടെ കുഴിഞ്ഞ കണ്ണുകളിലെ ആകാശം പോലെ, ആർക്കും വേണ്ടാത്ത കാക്കകളെപ്പോലെ, പുറത്തു വരാത്ത ഒച്ചകളുടെ ഒരു കൂട്ടം, വിയർപ്പ് പോലെ, വിശപ്പ് പോലെ, ദാഹം പോലെ. ഈ പോലെയുടെ ആവർത്തനത്തെക്കുറിച്ച് മാഷ അതിനകത്ത് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. നോക്കൂ, പുറത്തു വരാത്ത ഒച്ചകളുടെ ഒരു കൂട്ടം എന്ന് തൻ്റെ കവിതയെ അടയാളപ്പെടുത്തുന്ന സമയത്ത് അത് വളരെ വൈയക്തികമായി നിൽക്കുന്നില്ല. ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് മനസ്സിലാവും. ചിരിക്കുന്ന തെരുവ് പോലെ, നിസ്സഹായരായ വഴിവാണിഭക്കാരെ പോലെ എന്ന് പറയുമ്പോൾ അത് വളരെ വൈയക്തികമായി നിൽക്കുന്നില്ല എന്ന് നമുക്ക് കാണാം. തെരുവ്, മുഖരിതമായ ഒരു തെരുവ് എങ്ങനെയാണ് പ്രണയത്തെ ആവിഷ്കരിക്കുക എന്നൊക്കെ നമ്മൾ അടുത്ത കാലത്ത് അൻവർ അലിയുടെയൊക്കെ സിനിമാ ഗാനങ്ങളിൽ കേട്ടിട്ടുണ്ട്, അല്ലേ? മുഖരിതമാകുന്ന തെരുവിനെ പ്രണയത്തിൻ്റെ രൂപകമാക്കി മാറ്റുന്നത് എങ്ങനെയാണ്. ഏതാണ്ട്
വളരെ അത്തരത്തിൽ തന്നെ വളരെ കൗതുകമുള്ള ഒരു 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 അട്ടിമറി ഭാഷയ്ക്കകത്ത്, കവിതയ്ക്കകത്ത് സുഹൈല വളരെ ഈസി ആയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഫിദലിന് എന്ന് പറയുന്ന ഒരു കവിത അതിനകത്തുണ്ട്. അവിടെ നിന്നോടുള്ള എൻ്റെ പ്രണയം നോവു പോലെ വലുതാകുന്നു എന്നാണ്. നിന്നോടുള്ള എൻ്റെ പ്രണയം നോവു പോലെ വലുതാകുന്നു. പ്രണയം നോവാണെന്നൊക്കെ നമ്മൾ മുമ്പേ കേട്ടിട്ടുണ്ട് അല്ലേ? പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു എന്നൊക്കെ നമ്മൾ യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ മുമ്പേ വായിച്ചിട്ടുണ്ട്. ഇവിടെ പക്ഷെ ഫിദലിൻ്റെ കാര്യത്തിൽ എത്തുമ്പോൾ ഈ നോവ് ആ നോവല്ല. മരിച്ചിട്ടും പരശതം കാതം എന്നിൽ നീ ജനിക്കുന്നതിൻ്റെ നോവ് തിന്ന പ്രണയഗീതമാണ് എന്നാണ് ഈ കവിത അവസാനിക്കുന്നത്. അവിടെയാണ് ഫിദൽ എന്ന് പറയുന്ന ഒരു പേര് എങ്ങനെയാണ് ഈ കവിതയുടെ രാഷ്ട്രീയത്തെ വേറൊരു രീതിയിലേക്ക് വായിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അത്തരത്തിൽ രാഷ്ട്രീയമുള്ള കവിതകൾ മാത്രമേ ഈ പുസ്തകത്തിലുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ഈ പുസ്തകം പ്രണയ കവിതകൾ എന്നാണ് ടൈറ്റിലെങ്കിലും ഞാൻ വേണമെങ്കിൽ രാഷ്ട്രീയ കവിതകളുടെ ടൈറ്റിൽ ചെയ്യാൻ തോന്നുന്നു. അങ്ങനെ അത്രമേൽ രാഷ്ട്രീയമുള്ള കവിതകൾ, അത് ഈ നാട് ആവശ്യപ്പെടുന്ന രാഷ്ട്രീയമുള്ള കവിതകൾ, ഈ നാട് ഉറക്കെ പറയാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയം പറയുന്ന കവിതകൾ, പ്രണയത്തെയും രാഷ്ട്രീയത്തെയും ഒരുപക്ഷെ ആശാന് ശേഷമൊക്കെ ഈ നിലയ്ക്ക് വളരെ സൂക്ഷ്മമായിട്ട് കണ്ണി ചേർക്കുന്നു. വളരെ ലളിതമായ വാക്കുകളിൽ, ചെറിയ കവിതകളിൽ എന്നൊരു കൗതുകം സുഹൈലയുടെ കവിതകളിൽ കാണാം. വീടില്ലാത്ത കുട്ടി എന്ന് പറയുന്നൊരു കവിത ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവിതകളിൽ ഒന്നാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കവിതയാകുന്നത് നമ്മുടെ ഭാവുകത്വത്തോടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് എന്നർത്ഥത്തിലാണ്. അതല്ലാതെ വേറെയും കവിതകൾ ഇതിനകത്തുണ്ട്. പക്ഷേ ആ കവിത നമുക്ക് എപ്പോഴും കവിത കുറച്ച് നോവും കൂടി ചേർന്നാണ് അല്ലേ? നമുക്ക് വിഷമം കൂടി വരണം കവിത കേട്ട്. വല്ലോപ്പള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് മാമ്പഴ ഓർമ്മ വരികയും റഫീഖ് അഹമ്മദ് എന്ന് പറയും തോരാമഴ ഓർമ്മ വരികയും ചെയ്യുന്നത് അത് നമ്മളെങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടാണ്, സങ്കടപ്പെടുത്തുന്നതുകൊണ്ടാണ്. നങ്ങേമക്കുട്ടിയെ നമ്മൾ ഓർക്കുന്നത് ഈ സങ്കടം കൊണ്ടാണ്. സങ്കടം കവിതയുടെ ഭാഗമാണ് എന്ന് നമ്മൾ ഏതോ നിലയ്ക്ക് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. വീടില്ലാത്ത കുട്ടി ഏതാണ്ട് അതുപോലെ സങ്കടം കൂടിയുള്ള അതെങ്ങനെയാണ് സങ്കടം ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് വേറൊരു അത്ഭുതകരമായ സങ്കടമാണ്. വീടില്ലാത്ത കുട്ടി വീട് വരയ്ക്കുന്നു. വീടില്ലാത്ത കുട്ടി വീടിൻ്റെ ഉമ്മറം വരയ്ക്കുന്നു, മുറ്റം വരയ്ക്കുന്നു, വീട്ടുമുറ്റത്തെ പൂക്കൾ വരയ്ക്കുന്നു, ചെടികൾ നനച്ചിടുന്നു. വീടില്ലാത്ത കുട്ടി ഓരോ അകത്തളങ്ങളും വരയ്ക്കുന്നു. ജനാലക്കരികിലെ മഴത്തുള്ളിയെ വരയ്ക്കുന്നു. പുഴയും വീടും നക്ഷത്രങ്ങളും ചേർത്ത് വരയ്ക്കുന്നു. രാത്രിയിൽ മിന്നാമിനുങ്ങുകൾ നിറയുന്നത് വരയ്ക്കുന്നു. അടുക്കളയും ആട്ടിൻകുട്ടിയും വരയ്ക്കുന്നു. വീടിന് ചുറ്റും കുഴിയാനയെ വരയ്ക്കുന്നു. കിണർ വരയ്ക്കുന്നു, കുളം വരയ്ക്കുന്നു. അങ്ങനെ എല്ലാം വരയ്ക്കുന്നു. ഓരോ തവണ വരച്ചു കഴിയുമ്പോഴും ഉള്ളു നനഞ്ഞൊരു കൊച്ചു വീടും അടുക്കളയും അണ്ണാറക്കണ്ണനും വരയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടു. അകത്തളങ്ങൾ ഓരോന്നായി ഒലിച്ചു പോകുന്നത് കണ്ടു. അതിനു തൊട്ടു പിറകെ നീലക്കടലാസിലൊരാകാശമുണ്ടാവുകയും അതിനു പിന്നാലെ അവൻ ഓടിപ്പോവുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു. വീടില്ലാത്ത കുട്ടിയെ എനിക്കറിയാം. ഞാനിപ്പോൾ നിന്നെ വരയ്ക്കുന്നത് വീടില്ലാത്ത കുട്ടി വീട് വരയ്ക്കും പോലെയാണ്. ഞാനിപ്പോൾ നിന്നെ വരയ്ക്കുന്നത് വീടില്ലാത്ത കുട്ടി വീട് വരയ്ക്കുന്നത് പോലെയാണ്. ഇതാണ് ആ കവിത. ഇങ്ങനെ ഇത് വായിക്കുകയാണെങ്കിൽ മുഴുവൻ വായിക്കണം എന്ന് പറയാവുന്ന പോലെ അത്രയും മനോഹരമായ കവിതകൾ ധാരാളമായി ഈ പുസ്തകത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഞാനിത് എല്ലാം പരിചയപ്പെടുത്താനോ എല്ലാം പറയാനോ വിചാരിക്കുന്നില്ല. പക്ഷെ വളരെ റിയലിസ്റ്റിക്കുമാണ് ഈ പ്രണയങ്ങളൊക്കെ. ഇപ്പോൾ ഈ കവിതയൊക്കെ വായിച്ച സമയത്ത് നമുക്കൊരു അല്പം റൊമാൻറ്റിക് ആണോ അല്ലെങ്കിൽ ഒരു കാൽപ്പനികതയുടെ സ്വഭാവം ഈ കവിതയ്ക്കുണ്ടോ എന്നൊക്കെ തോന്നിപ്പോവും. പക്ഷേ കാൽപ്പനികതയുടെ വലിയ അപകടമൊന്നും തന്നെ ഈ കവിതയെ ബാധിച്ചിട്ടില്ല. പ്രണയത്തെ കാൽപ്പനികതയിൽ നിന്ന് പുറത്ത് ചാടിച്ച് കവിത എഴുതുക എന്ന് പറയുന്നത് തന്നെ വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്. അത് വേറൊരു തരത്തിൽ നമുക്ക് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അത് വളരെ ഈസി ആയിട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ വേറൊരു കവിതയിൽ കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. പ്രിയപ്പെട്ട ആബേൽ എന്ന് തുടങ്ങുന്നൊരു കവിത. ആ കവിതയിൽ ഞാൻ മരിച്ചു പോവും എന്ന ശേഷം മരിച്ചു പോയിട്ട് നീ എങ്ങനെയാണ് എന്നെ ഓർക്കുക എന്നൊക്കെയുള്ള അങ്ങനെ കാര്യങ്ങളെ പറഞ്ഞു വരികയാണ്. അവസാനം വളരെ ലളിതമായി പറഞ്ഞു വയ്ക്കുകയാണ്. അവസാനത്തെ വരി ഇങ്ങനെയാണ്: കൊണ്ടുപോകാൻ സമയമാകുമ്പോൾ നീ വിഷമിക്കരുത്, ഒടുക്കമൊന്ന് ചുംബിച്ചില്ലല്ലോ എന്ന് ഉള്ളിൽ നിലവിളിക്കരുത്, നീ ഒരിക്കലും കരയരുത്. അത്രയും പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ്: സത്യമായും മരണത്തിന് തൊട്ടു മുന്നേ വരെ മാത്രമേ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ടാവുകയുള്ളൂ. നമ്മൾ മുമ്പത്തെ കവിതകളുടെയൊക്കെ ഒരു ഭാവുകത്വം എന്താണെന്ന് വെച്ചാൽ
അല്ലേ? മരണം കഴിഞ്ഞും തുടരുന്ന ഒരു അനുസ്യൂതിയായിട്ടാണ് നമ്മൾ പ്രണയത്തെ ഡിസൈൻ ചെയ്തതെങ്കിൽ ഇവിടെ വളരെ റിയാലിറ്റിയിലേക്ക് വന്ന് വളരെ പിന്നെ പ്രാക്ടിക്കൽ, അതായത് ആ മനുഷ്യനെ ഇനി തളച്ചിടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അയാളെയും സ്വതന്ത്രനാക്കുന്ന വാക്കാണത്. ആ വാക്കില്ലെങ്കിൽ അയാൾക്ക് സ്വതന്ത്രനാവാൻ പറ്റില്ല. മരണത്തിന് ശേഷവും ഞാൻ നിന്നെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ ആബേലിൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കും. ആബേലിന് പിന്നെ വേറെ ഒരാളെയും നോക്കാൻ പറ്റാതായി പോകും. അങ്ങനെ ആബേലിനെ തളച്ചിടുകയല്ല, സ്വതന്ത്രനാക്കി സ്വയമേവ ആ റിയാലിറ്റി വെളിപ്പെടുത്തുകയാണ്. സത്യമായും മരണത്തിന് തൊട്ട് മുന്നേ വരെ മാത്രമേ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ടാവുകയുള്ളൂ. മരണത്തിന് തൊട്ട് മുമ്പേ എന്നുള്ള വാക്യം ഒന്നും കൂടെ ശ്രദ്ധിച്ചു. മരണം എത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ എന്ന് റഫീഖ് അഹമ്മദ് പാടിയതിൻ്റെ വലിപ്പം എനിക്ക് അപ്പോഴാണ് കിട്ടി. ഞാൻ അതിലൊരു ട്രോള് പണ്ടേ ഉണ്ടാക്കിയിരുന്നു. എൻ്റെ പുസ്തകത്തിലൊരു കവിത റഫീഖ് അഹമ്മദിൻ്റെ ഈ വരി കോട്ട് ചെയ്ത ശേഷം അത് എഴുതിയിട്ട് റഫീഖിന് റെഫറൻസ് കൊടുത്ത് തൊട്ട് താഴെ ഞാൻ എഴുതുന്നത് അതിനുശേഷം സ്വസ്ഥമായിട്ട് മരിക്കാനെങ്കിലും വിട്ടിട്ട് എണീറ്റ് പോകണേ എന്നാണ്. ഏതാണ്ട് അങ്ങനെ ഒരു അട്ടിമറി ഇവിടെയും ആ സ്വാതന്ത്ര്യം, അതായത് തൊട്ട് മുന്നേ വരെ എന്നാണ് പറഞ്ഞത്, മരിക്കുന്ന വരെ എന്ന് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ എനിക്കൊന്ന് തൊട്ട് മുമ്പ് ആബേലിനെ സ്വതന്ത്രമാക്കിയ ശേഷമാണ് സുഹൈല അല്ലെങ്കിൽ ഈ കവി അല്ലെങ്കിൽ ഈ ആഖ്യാതാവ് ഇതിലെ പ്രണയി മരിക്കുന്നത്. അതൊരു പുതിയ ഒരുപക്ഷെ നമ്മുടെ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെയൊക്കെ അല്ലെ ഒരു കാലത്ത് ഒരുപക്ഷെ വളരെ വർക്കാവുന്ന ഒരു കവിതയായിട്ട് ഞാൻ അതിനെ നോക്കുന്നു. മറ്റൊരു വലിയ കൗതുകം തോന്നിയത് ചില നിരീക്ഷണങ്ങൾ, അത് സുഹൈല ആലോചിച്ചിട്ടാണോ അല്ലേതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ദസ്തേവ്സ്കിയെ പറ്റി എഴുതുന്ന ഒരു ദസ്തേവ്സ്കി ഇപ്പോൾ എഴുത്ത് വരയ്ക്കുന്നില്ല എന്ന് പറയുന്ന ഒരു വളരെ ദീർഘമായൊരു കവിതയുണ്ട്. കവിത ഞാൻ വായിക്കുന്നില്ല, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയാണ്, നിങ്ങൾ വായിക്കേണ്ട കവിതയാണ്. അപ്പോൾ അന്ന ഇല്ലാത്ത ദസ്തേവ്സ്കിയാണ്. അന്നയില്ലാത്ത ദസ്തേവ്സ്കി അന്നയെ കാത്തിരിക്കുന്നതിനെ കുറിച്ചാണ് ആ കവിത പറയുന്നത്. പക്ഷെ അതിനകത്ത് വളരെ കൗതുകമുള്ളൊരു കാര്യം, വളരെ ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുന്ന ദസ്തേവ്സ്കിയുടെ ചിത്രമാണ് ആ കവിതയുടെ തുടക്കത്തിൽ കാണുക. ദൈനംദിന കാര്യങ്ങൾ ഒഴികെ വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അയാൾക്ക് എഴുതാൻ പറ്റുന്നില്ല, ചൂതാട്ടത്തിന് പോകാൻ പോലും പറ്റുന്നില്ല. ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു ദസ്തേവ്സ്കി എങ്ങനെ ചിത്രീകരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഒരു വരി എനിക്ക് ഭയങ്കര കൗതുകം. ഇതെങ്ങനെയാണ് അവിടെ കയറി വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മറ്റൊന്നും അയാൾ ഇപ്പോൾ ചെയ്യുന്നില്ല എന്ന് എഴുതിയിട്ട് ഉടനെ പറയുകയാണ്, തൻ്റെ മുഴുനീളൻ കുപ്പായങ്ങൾ ഇസ്തിരിയിട്ട് മടക്കി വെക്കുന്നു. ഇത് എന്തുകൊണ്ടാണ് കൗതുകം എന്നും കൂടെ ഞാൻ പറയാം. എൻ്റെ ഒരു സുഹൃത്ത് ബൈപോളർ ഡിസീസൊക്കെ ഉള്ള ഒരു ആളാണ്, ചില പ്രയാസങ്ങളുള്ള ആളാണ്. അദ്ദേഹം പറയുന്നൊരു കൗതുകം, അദ്ദേഹത്തിന് കുറച്ച് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അദ്ദേഹം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ തുണികൾ ഇങ്ങനെ ഇസ്തിരി ഇട്ടുകൊണ്ടേയിരിക്കും. ഇത്രയും അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, തുണികൾ ഇസ്തിരി ഇട്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ അന്നയെ കാത്തിരിക്കുന്ന ദസ്തേവ്സ്കിയിലേക്ക് ഏതോ നിലയ്ക്ക് ആ വിഷാദത്തിൻ്റെ വലിയ ഭാരം അല്ലെങ്കിൽ വലിയൊരു കനം കാണിക്കാൻ എന്നോണം സുഹൈലയുടെ കവിതയിലേക്ക് ആ ഒരു ചര്യ, നിയന്ത്രിക്കാനാവാത്ത ആ ഒരു ചര്യ വന്ന് വീഴുന്നത് കാണുന്നു. മറ്റൊന്നും അയാൾ ചെയ്യുന്നില്ല, തൻ്റെ മുഴുനീളൻ കുപ്പായങ്ങൾ ഇസ്തിരിയിട്ട് മടക്കി വയ്ക്കുന്നു. അങ്ങനെ വലിയ കുറേ കൗതുകങ്ങൾ ഈ കവിതാ പുസ്തകത്തിൽ ഉടനീളം. ക്യൂബ എന്ന പേരിന് ഇങ്ങനെ ഒരു ഭംഗി, ആ പേരിൻ്റെ ഭംഗിയല്ല, ആ രാഷ്ട്രീയത്തിൻ്റെ ഭംഗി എത്ര മനോഹരമായിട്ടാണ്. നോക്കൂ, ക്യൂബയ്ക്ക് എന്നൊരു കവിത ഉണ്ട്. ക്യൂബ പെണ്ണെ കിറുക്കത്തി എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് ആ കവിത തുടങ്ങുന്നത്. ഞാൻ പ്രസവിക്കുമായിരുന്നെങ്കിൽ എൻ്റെ മകൾക്ക് നിൻ്റെ പേരിടുമായിരുന്നു. അതാണ് ആ കവിതയുടെ ആശയം. ക്യൂബ എന്നൊക്കെ വിളിക്കാൻ രസമുണ്ടായിരിക്കും അല്ലേ? ശരിക്കും അപ്പോഴാണ് ഞാനും ആലോചിച്ചു, അങ്ങനെ ഇടാൻ വേണമെങ്കിൽ രാഷ്ട്രീയമൊന്നും നോക്കാതെ തന്നെ ഇടാവുന്ന പേരാന്ന് എനിക്ക് തോന്നി, വിളിക്കാം രസമൊക്കെ ഉള്ള. മാത്രമല്ല, എന്നിട്ട് ഈ മകളെ, ജനിച്ചിട്ടില്ലാത്ത പേരിടാൻ ആഗ്രഹിക്കുന്ന മകളെ ക്യൂബയ്ക്കനുസരിച്ചൊരു ഒരു രൂപീകരണം കൂടി നടത്തുന്നു. വളരെ വളരെ പോയറ്റിക്കായിട്ട് എന്നുള്ളത് ഈ കവിതയെ വേറൊരിടത്ത്, ഞാൻ അത് വായിക്കില്ല, ആ കവിത നിങ്ങൾക്ക് വായിക്കാനുള്ളതാണ് എന്നുള്ളത് കൊണ്ട്. അവസാനം അത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഒന്നും അല്ലെങ്കിൽ, അങ്ങനെ ക്യൂബയുടെ ഒരു ചരിത്രത്തെ കൂടി പതുക്കെ തുന്നിച്ചേർത്ത ശേഷം പറയുകയാണ്, ഇങ്ങനെ ഒന്നും അല്ലെങ്കിലും ക്യൂബ പെണ്ണെ കിറുക്കത്തി, ഞാൻ പ്രസവിക്കുമായിരുന്നെങ്കിൽ എൻ്റെ മകൾക്ക് നിൻ്റെ പേരിടുമായിരുന്നു. ക്യൂബ എന്ന് ഞാൻ അവളെ ഈണത്തിൽ വിളിക്കുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കവിത അവസാനിക്കുന്നത്. അങ്ങനെ അതുപോലെ നീ ഇല്ലാതെ എങ്ങനെ എന്നൊരു കവിത പ്രണയത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിരിക്കുമല്ലോ. നീ ഇല്ലാതെ എങ്ങനെ ഞാൻ ജീവിക്കും എന്നൊരു ചോദ്യം, അല്ലെങ്കിൽ നീ ഇല്ലാതെ എങ്ങനെ ഞാൻ സ്വപ്നം കാണും, അതാണല്ലോ പ്രണയത്തെ സവിശേഷമാക്കുക. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നൊരു കവിതയുണ്ട്. ഇന്ന് രാവിലെ ഇവിടെ പറഞ്ഞ കാര്യമൊക്കെ ഞാൻ ഈ കവിത മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. നീയില്ലാത്ത കടൽ, നീയില്ലാത്ത തിര, നീയില്ലാ ഉപ്പുകാറ്റ്, നീയില്ലാ മലനിരകൾ, അതിൻ്റെ ഇടയിലും കയറി വരും രാഷ്ട്രീയം കേട്ടോ. നീയില്ലാ ക്യൂബ, അതിനകത്ത് കയറി വരും. നീയില്ലാ ക്യൂബ, നീയില്ലാ നൈനിത്താൾ, നീയില്ലാ തമിഴ് പേച്ച്, നീയില്ലാതുണരൽ, നീയില്ലാതുറക്കം, നീയില്ലാ വൈകുന്നേരം, നീയില്ലാ പാട്ട്, നീയില്ലാതെ.
അങ്ങനെ അവസാനിക്കുകയാണ് ആ കവിത ഇങ്ങനെ: ഇല്ല, നീ ഇല്ലാതിരിക്കുക എന്നാൽ ഞാൻ ഇല്ലാതിരിക്കുക എന്നാണ്. അത് കഴിഞ്ഞ അടുത്താണ്, പിന്നീടാണ് കവിത ഉണ്ടാകുന്നത്. അതുവരെ നമുക്ക് എഴുതാവുന്ന വരികളാണ്. അടുത്തതാണ് കവിത: അത്രയുമല്ല, ഒരു ചഷകം അതിലെ പാനീയത്തെ ഒഴിച്ചു കളയലാണ്. അത്രയുമല്ല, ഒരു ചഷകം അതിലെ പാനീയത്തെ ഒഴിച്ചു കളയലാണ്. അങ്ങനെ കവിത അതിഗംഭീരമായി നിർമ്മിച്ചിരിക്കുന്നു. ഈ പുസ്തകം നിറയെ സുഹൈല എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും വായിക്കാനായി ഞാൻ തിരഞ്ഞെടുത്ത ധാരാളം കവിതകൾ ഇതിനകത്തുണ്ട്. ഞാൻ മാർക്ക് ചെയ്ത ധാരാളം കവിതകളുണ്ട്. പ്രണയവും യുദ്ധവും ഒക്കെ ഇങ്ങനെ അത്രമേൽ തീക്ഷ്ണമായി അടുത്തടുത്ത് വെച്ച കവിതയൊക്കെ ഉണ്ട്. ഒരു യുദ്ധം വരുന്നതിന് മുമ്പേ എന്നൊക്കെ പറഞ്ഞ ഒരു കവിത, ഇത് പ്രണയമാണോ യുദ്ധമാണോ നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ കുഴമറിഞ്ഞ് കിടക്കുകയാണ്. അതിൻ്റെ അവസാനം ഇങ്ങനെയാണ്: ഇപ്പോൾ രാത്രിയും പകലും എന്നില്ലാതെ മുറിക്കുള്ളിൽ സൈറൺ മുഴങ്ങുന്നു. ഞാനിപ്പോൾ ദാർവിഷിനെ വായിക്കുന്നു. വിശക്കുന്നു, ദാഹിക്കുന്നു. ഇനി തമ്മിൽ കാണാനേ കഴിയില്ലെന്ന്, എന്തു ചെയ്യുമെന്ന് പേടിയാകുന്നു. നമുക്ക് അവിടെ വളരെ വൈയക്തികതയിൽ നിന്നൊക്കെ പ്രണയം വിടുതൽ നേടുന്നത് കാണുന്നു. അത് അത്ഭുതകരമായ ഒരു പൊളിറ്റിക്സിനെ ആ കവിത വിളിച്ചു പറയുന്നതായിട്ട് കാണുന്നു. അങ്ങനെ ധാരാളം കവിതകളുണ്ട്. ഞാനെല്ലാം വായിച്ചാൽ പിന്നെ ഇത് വാങ്ങി വായിക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളത് കൊണ്ട്, ഇത് വാങ്ങി വായിക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു കവിത കൂടി വായിച്ച് എൻ്റെ ഈ പരിചയപ്പെടുത്തൽ അവസാനിപ്പിക്കുന്നു. പ്രണയത്തിൽ എന്ന് പറയുന്ന വളരെ ചെറിയൊരു കവിത. പ്രണയത്തിൽ നിങ്ങൾ എന്തു ചെയ്യുന്നു? പ്രണയത്തിൽ പിഞ്ഞിപ്പോയ ഒരു വേദനയെ തുന്നിച്ചേർക്കുന്നു. പ്രണയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രണയത്തിൽ പിഞ്ഞിപ്പോയ ഒരു വേദനയെ തുന്നിച്ചേർക്കുന്നു. പാകമായ 2 തൂവലുകൾ പൊഴിച്ചിടുന്നു. അടുത്തതാണ് രസകരമായ ഒരു വരി: 2 മെഴുകുതിരികൾ അന്യോന്യം വയ്ക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 2 മെഴുകുതിരികൾ അന്യോന്യം വയ്ക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഡയസ്പോറ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നു. നിങ്ങൾ വായിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഞാൻ പറഞ്ഞു, ഞാനൊന്നും പറയുന്നില്ല. ഈ ബുക്കിൽ ഞാൻ കണ്ടുപിടിച്ച എല്ലാ കവിതയും SP ഇവിടെ പറഞ്ഞു. വല്ലാത്തൊരു അടിയാണ് SP തന്നത്. അപ്പോൾ നമ്മുടെ മലയാള കവിതയിലേക്ക്, കവിതാ സാഹിത്യത്തിലേക്ക് ഒരു പുതിയ പുസ്തകം കൂടി പിറവിയെടുത്തിരിക്കുന്നു. അതുപോലെ കൂടുതൽ ചർച്ച ചെയ്യാനും നമ്മുടെ ഖദീജത്ത് കവി നമ്മുടെ ചർച്ചകളുടെ ഭാഗമാവണം. പുതിയ കവിതകളുടെ ചർച്ചയിൽ കവിത, പ്രണയം, രാഷ്ട്രീയത്തിൽ ഒട്ടും മാറിയിട്ടല്ല പ്രണയമുള്ളത്. പ്രണയമെന്നത് അശ്ലീലമായ ഒന്നല്ല. അപ്പം അത് വളരെ ഭംഗിയായി അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള പ്രാധാന്യവും സൗന്ദര്യവും ഒക്കെ ഒത്തിണങ്ങിയ ഏറെ കവിതകളുള്ള ഒരു പുസ്തകമാണ്. ഇതിലെ ഈ കവിതകളുടെ പ്രത്യേകതകൾ മാഷ് ഓൾറെഡി നിലവിൽ നമ്മളോട് പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി KN മാഷിൻ്റെ ഒരു പ്രഭാഷണമാണ് കേൾക്കേണ്ടത്. കവിക്കും കവിതയ്ക്കും നന്ദി, നമസ്കാരം. അടുത്തതായി കവിതയും ജീവിതവും എന്ന വിഷയത്തിൽ നമ്മളോട് സംവദിക്കുന്നതിന് വേണ്ടി KN മാഷെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സുഹൈലത്തിൻ്റെ കവിതയുടെ ഔപചാരികമായ പ്രകാശനമാണ് നടന്നിട്ടുള്ളത്. ഈ ഔപചാരികമായ പ്രകാശനത്തെ തുടർന്ന് ഇതിൻ്റെ അനൗപചാരികമായ പ്രകാശനം നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. ഇതൊരു സ്റ്റോക്ക് ഡയലോഗാണ്. കാരണം എവിടെ പുസ്തകം പ്രകാശനം ചെയ്യേണ്ടി വരുന്നുവോ അവിടെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വാക്യമാണ്. അത് മറ്റൊന്നുമല്ല, ഇവിടെ ശോഭനാഥ് പുസ്തകം പരിചയപ്പെടുത്തി മാറ്റിക്കുക. എവിടെയൊക്കെ പുസ്തകം പ്രകാശനം ചെയ്യേണ്ടി വരാറുണ്ടോ
അവിടെയൊക്കെ പതിവായി പറഞ്ഞു പോരുന്നൊരു വാക്യമാണ്. അതിവിടെയും പറയുന്നു എന്നേ ഉള്ളൂ, ഒട്ടും പുതുമയില്ല, എങ്കിലും അത് പ്രസക്തമാണ്. അത് ഈ പുസ്തകം മറ്റെല്ലാ പുസ്തകങ്ങളെ പോലെ പ്രകാശനം ചെയ്യുന്നത് പോലെ ഔപചാരിക പ്രകാശനം നടന്നു. എന്നാൽ ഈ പുസ്തകത്തിൻ്റെ ശരിക്കുള്ള പ്രകാശനം നിർവഹിക്കപ്പെടണമെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഈ പുസ്തകം വായിക്കപ്പെടണം. വായിക്കപ്പെട്ടാൽ മാത്രം പോരാ, ഈ പുസ്തകത്തിൻ്റെ വായനാനുഭവം പങ്കുവെക്കപ്പെടണം. അപ്പോൾ മാത്രമേ ഇതിൻ്റെ അനൗപചാരികമായ പ്രകാശനം നടക്കുകയുള്ളൂ. അതിന് വേണമെങ്കിൽ ഈ പുസ്തകം എല്ലാവരും പണം കൊടുത്ത് സ്വന്തമായി ചുരുങ്ങിയത് ഒരു കോപ്പിയെങ്കിലും വാങ്ങണം. ഇപ്പോഴത്തെ കാലത്ത് ഒന്നിലധികം കോപ്പി വാങ്ങാവുന്നതാണ്. കാരണം സുഹൃത്തുക്കൾക്ക് നൽകാൻ, സമ്മാനമായിട്ട് കൊടുക്കാനൊക്കെ കരുതാവുന്നതാണ്. ഞാൻ നോക്കുമ്പോൾ ഈ പുസ്തകത്തിന് എത്രയോ വില? വളരെ കുറച്ച് വിലയാണ് ഇട്ടിരിക്കുന്നത്. 120 രൂപയാണ് വില ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പുസ്തകം വാങ്ങുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രകാശനം പൂർത്തിയാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പ്. രണ്ടാമത്തേത്, ഏറ്റവും പ്രസക്തം, പുസ്തകത്തിൻ്റെ പരിചയപ്പെടുത്തലാണ്. അതിവിടെ ഡോക്ടർ ശിവപ്രസാദ് നന്നായി തന്നെ ചെയ്തു കഴിഞ്ഞു. ഇനി ഇതിലെ കവിതകളുടെ ഒരു അവതരണമുണ്ട്. അത് ഡോക്ടർ മായ ചമ്പകം, പ്രിയപ്പെട്ട മായ ചമ്പകം നിർവഹിക്കും. അതുകൂടി കേട്ടിട്ടേ ഞാനും പോകുന്നുള്ളൂ. പിന്നെ ഇതുപോലുള്ളൊരു സാംസ്കാരിക പരിപാടിയിൽ ഏറ്റവും ശ്രദ്ധേയം കവിയുടെ മറുമൊഴിയാണ്. അതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സാധാരണഗതിയിൽ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ആമുഖക്കുറിപ്പ് എഴുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് ഞാൻ പങ്കെടുക്കാറില്ല. കാരണം ഈ ആമുഖക്കുറിപ്പ് തന്നെ നമ്മൾ ആ പുസ്തകത്തെ പ്രകാശിപ്പിക്കുകയാണല്ലോ. പിന്നെ വീണ്ടും ഒരു പ്രകാശനത്തിന് പങ്കെടുക്കേണ്ട കാര്യമില്ല. പക്ഷേ സുഹൈലത്തായതുകൊണ്ട് അദ്ദേഹത്തോടുള്ള ദീർഘകാലത്തെ ആദരവും സ്നേഹവും കാരണം മാത്രമാണ് കുറച്ച് മറ്റു ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇതിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ പങ്കെടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി കവിതയും ജീവിതവും എന്നൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് ഏൽക്കുകയാണ് ഉണ്ടായത്. അപ്പം ഇതിലെ കവിതകൾ അതിന് പറയേണ്ട കാര്യമില്ല. മലയാളത്തിൽ ഇറങ്ങുന്ന കവിതകൾ വളരെ കൂടുതൽ വായിക്കുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് എനിക്ക് കൃത്യം അതേക്കുറിച്ച് പറയാനാവില്ല. പക്ഷെ വായിച്ചിടത്തോളം കവിതകളുടെ ഒരു പശ്ചാത്തലത്തിൽ ഇത് മലയാളത്തിലെ മികച്ച കവിതകളാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാരണം ഇതിൽ സംഘർഷപ്പെടുന്ന, അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ ആകെ സൂക്ഷ്മാർത്ഥത്തിൽ പരിശോധിച്ചാൽ ഏറ്റവും ആഴത്തിൽ സംഘർഷപ്പെടുത്തുന്നത് പലതരത്തിലുള്ള പ്രത്യക്ഷമോ പ്രച്ഛന്നമോ ആയ അധികാരത്തിൻ്റെ ഒരു മേൽക്കോയ്മയാണ്. നമ്മൾ അറിഞ്ഞും അറിയാതെയും നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ അധികാര മേൽക്കോയ്മയോടുള്ള ഒരു എതിരിടലാണ്. അധികാര മേൽക്കോയ്മയെ ആശ്ലേഷിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടാവും. പക്ഷേ നാം കൂടുതൽ കുഴിച്ച് നമ്മളെ തന്നെ അഭിമുഖമായി അഭിവാദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് അധികാരത്തോട് അരുത് എന്ന് പറയേണ്ടി വരും. അത്തരത്തിൽ നമ്മുടെ ശരീരത്തിലും മനസ്സിലും മസ്തിഷ്കത്തിലും ബന്ധങ്ങളിലുമൊക്കെ നമ്മൾ അറിഞ്ഞും അറിയാതെയും പടർന്നു നിൽക്കുന്ന അധികാരങ്ങളെ കൊഴിച്ച് കളയുക
എന്ന ഒരു ദൗത്യം ഈ കവിതകളിൽ കാണാൻ കഴിയും. അതേറ്റവും പ്രധാനമാണ്. അധികാരത്തിന് എന്തും കഴിയും. ആൽബർ കമ്യു അദ്ദേഹത്തിൻ്റെ ദ ഫോൾ എന്ന നോവലിൽ, പതനം എന്ന നോവലിൽ പറയുന്നുണ്ട്, എന്തും അന്തിമമായി തീരുമാനിക്കുന്നത് നമ്മുടേതുപോലുള്ളൊരു കാലത്ത് അധികാരമായിരിക്കും. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാക്യമെന്ന് പറയുന്നത് ഡയലോഗ് വേണ്ട, അറിയിപ്പുകൾ കേട്ടാൽ മതി എന്നുള്ളതാണ്. സംഭാഷണങ്ങൾ ആവശ്യമില്ല. ഭാഷയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അത്തരം ഒരവസ്ഥയിലേക്ക് നമ്മളറിയാതെ എത്തുകയാണ്. അതായത് ഭാഷയുടെ ചിറകൊക്കെ വെട്ടി അതിൻ്റെ സൗന്ദര്യാത്മക മാനങ്ങളൊക്കെ ഒരു അധികപ്പറ്റായി അടയാളപ്പെടുത്തി വല്ലതും മിണ്ടി പറയാൻ, കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കാൻ ഒരു ഭാഷ എന്ന രീതിയിലേക്ക്, അതിൻ്റെ ഒരു ക്ലാസിക്കൽ ഉദാഹരണമായിട്ട് എനിക്ക് തോന്നിയത് ഇപ്പം ഇന്ത്യയിലാകെ ഹിന്ദി എന്നൊരു മുദ്രാവാക്യം. ഏത് ഭാഷ പഠിക്കുന്നതും നല്ലത് തന്നെയാണ്. പക്ഷേ ഇന്ത്യയിലാകെ ഹിന്ദി എന്ന് പറയുന്ന നവഫാസിസ്റ്റുകൾ ഹിന്ദി അല്ല അവർ മുന്നോട്ട് വെക്കുന്നത്. വിചാരധാരയിലൊക്കെ പറയുന്നുണ്ട്, ഹിന്ദി നമ്മുടെ ദേശീയ ഭാഷയുടെ പദവി ഏറ്റെടുക്കുന്നത് വരെ തൽക്കാലം ഹിന്ദി, എന്നാൽ സംസ്കൃതം നമ്മുടെ ദേശീയ ഭാഷയുടെ പദവി ഏറ്റെടുക്കുകയാണെങ്കിൽ പിന്നെ ഹിന്ദിക്ക് പ്രസക്തിയില്ല. അപ്പോൾ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് സംസ്കൃതവും നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ്. എത്ര ഭാഷ പഠിച്ചാലും നല്ല തന്നെ. പക്ഷേ നമ്മൾ പഠിച്ചെടുക്കുന്ന ഭാഷയിൽ എത്രത്തോളം നമുക്ക് നമ്മളെ പങ്കുവെക്കാൻ കഴിയും, അതിന് പരിമിതികളുണ്ട്. സംസ്കൃതത്തിന് ഇന്ത്യയുടെ ദേശീയ ഭാഷയാവാൻ കഴിയും. അതെപ്പോഴാന്ന് പറഞ്ഞാൽ ആളുകൾ കാര്യമാത്ര പ്രസക്തമായി മാത്രം ഭാഷ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ ഏതെങ്കിലും ഒരു ഭാഷ ഇന്ത്യയുടെ മുഴുവൻ ഭാഷയായിട്ട് മാറാൻ ഒരു പ്രയാസവുമില്ല. അതേസമയം നമ്മുടെ സങ്കടങ്ങൾ, സംഘർഷങ്ങൾ, നമ്മളെ തന്നെ പകുത്തുവെക്കൽ, ഇതൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് നമ്മൾ ജീവിക്കുന്നൊരു ഭാഷയിലായിരിക്കണം. അതുകൊണ്ട് ജീവൽ ഭാഷയുടെ ചൈതന്യമാണ് സത്യത്തിൽ കവിത എന്ന് പറയുന്നത്. വെലോപ്പിള്ളി തൻ്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, കത്തിയും മുരളിയും എന്നുള്ള കവിതയിലാണ്, കത്തിയാൽ മരുന്നിനാൽ മാറാത്ത നോവും മാറ്റാൻ ഒത്തിടാം ഒരു ഉത്കൃഷ്ട ഭാവ ഹർഷത്താൽ മാത്രം. ഉത്കൃഷ്ടമായ ഭാവഹർഷം, അതാണ് കവിത. ഉത്കൃഷ്ടമായ ഭാവഹർഷം ഉണ്ടായിത്തീരുന്നത് ഭാഷയുടെ ബന്ധലോകം വിപുലമാവുന്നതിനനുസരിച്ചാണ്, വിസ്തൃതപ്പെടുന്നതിനനുസരിച്ചാണ്, ആഴമുള്ളതിന് അനുസരിച്ചാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകത്തിൻ്റെ തലക്കെട്ട് ഓർമ്മ കലാശാല എന്നാണ്. അത് ഈ സർവകലാശാലയിൽ പറയണമെന്ന് എനിക്ക് തോന്നി. ഷൗക്കത്ത് അലി ഖാൻ്റെ കവിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പുകളാണ്. അപ്പോൾ ഈ പുസ്തകം കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ആദ്യം ഞാൻ ഇതിൻ്റെ തലക്കെട്ട് ഓർമ്മ കലാശാല. കാരണം നമുക്കറിയാം, എല്ലാ സർവകലാശാലകളും ജീവിതത്തിൻ്റെ സമസ്ത വ്യാപാരങ്ങളും ജീവിതം തന്നെയും നിലനിൽക്കുന്നത് സ്മരണകളിലാണ്. സ്മരണകളില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. അതുകൊണ്ട് സ്മരണകൾ സജീവമാവുന്നത് എപ്പോഴാണ്, സ്വപ്നങ്ങൾക്ക് നിറപ്പകിട്ടുകൾ വർദ്ധിച്ചു വരുന്നത് എപ്പോഴാണ് എന്നൊക്കെ ആലോചിച്ചാൽ പല ഉത്തരങ്ങൾ പറയാൻ പറ്റും. പക്ഷേ പ്രധാനപ്പെട്ടൊരു ഉത്തരം, നാം നമ്മുടെ ഭാഷയുടെ മഹാസമുദ്രത്തിൽ നീന്തിത്തുടിക്കുമ്പോൾ മാത്രമാണ്. അത് ഏതെങ്കിലും വാക്ക് നുള്ളിപ്പെറുക്കി പറയലോ, ഏതെങ്കിലും വാക്യം നമ്മുടെ ചില വികാര വിചാരങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി പറയലോ ഒന്നുമല്ല. അതൊരു ഭാഷയിൽ ജീവിക്കലാണ്. ആ ജീവൽ ഭാഷയുടെ ചൈതന്യം എന്ന അർത്ഥത്തിലാണ് കവിതയെ നാം നോക്കിക്കാണേണ്ടത്. അപ്പം പ്രധാനമായിട്ടൊരു ചോദ്യം വരാം, അത് ഭാഷ ഉണ്ടാകുന്നതിന് മുമ്പ് കവിത ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. കാരണം
നമ്മുടെ എല്ലാ അതിജീവന ശ്രമത്തിലും ഒരു മിച്ചം രൂപം കൊള്ളാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, വളരെ പ്രതികൂലമായ ഒരു പശ്ചാത്തലത്തിൽ ജീവിച്ച നമ്മുടെ മുൻഗാമികൾ അതിനെ അനുകൂലമാക്കി മാറ്റി തീർക്കാനുള്ള ശ്രമത്തിൽ കൃത്യം അനുകൂലമാക്കി തീർക്കുക എന്നത് അസാധ്യമാണ്. പ്രതികൂലാവസ്ഥയെ എങ്ങനെയെങ്കിലും അതിജീവിക്കണം, അതിന് പരമാവധി ഊർജ്ജം ഉപയോഗിക്കും. സത്യത്തിൽ അത്രയും ഊർജം ആ പ്രതികൂലാവസ്ഥ ഇല്ലാതാക്കാൻ ആവശ്യമുണ്ടാവില്ല. അപ്പോൾ ബാക്കി വരുന്നൊരു മിച്ചമുണ്ട്. ആ മിച്ചം തന്നെയാണ് സത്യത്തിൽ ജീവിക്കുന്ന കവിത. അതായത് അതിജീവനത്തിൽ തന്നെ സന്നിഹിതമായ ഒരാവിഷ്കാരമുണ്ട്. അത് ആവിഷ്കാരത്തിന് വേണ്ടിയുള്ള ആവിഷ്കാരമല്ല, അത് അതിജീവനത്തിന് വേണ്ടിയുള്ള ശ്രമത്തിൽ ഉണ്ടായിത്തീരുന്നതാണ്, ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഭാഷ എന്ന മാധ്യമത്തിലൂടെ മാത്രം സാധ്യമാകുന്ന ഒരാവിഷ്കാരം എന്ന രീതിയിൽ കവിതയെ കാണേണ്ട കാര്യമില്ല. അത് കവിതയുടെ ഏറ്റവും സജീവമായ ഒരു സാന്നിധ്യം തന്നെയാണ്. എന്നാൽ അതിനു മുമ്പ് തന്നെ മറ്റ് പലതരത്തിൽ, നമ്മളതിനെ കല എന്നാണ് പൊതുവെ പറയാറുള്ളത്. കലയും സാഹിത്യവും കൃത്രിമമായൊരു വിഭജനം ആവശ്യപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിധം കവിതയെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ പോലും നമ്മൾ നാടകത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും ഗാനത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ചില സമയങ്ങളിൽ കവിത എന്ന് ചേർക്കുന്നുണ്ട്. അതതിൻ്റെ പൂർവകാല പ്രതാപത്തിൻ്റെ ഒരു ഓർമ്മയാണ്, സ്മരണയാണ്. അപ്പോൾ അതുകൊണ്ട് സാഹിത്യവും കലയും എല്ലാം സൂക്ഷ്മാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്ന ഒരു ദൗത്യം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാര്യമാണ്. പക്ഷെ അത് വളരെ വലുതാണ്. അത് മറ്റൊന്നുമല്ല, അത് ഏണസ്റ്റ് ഫിഷർ അദ്ദേഹത്തിൻ്റെ ദ നെസസിറ്റി ഓഫ് ആർട്ട് എന്ന പുസ്തകത്തിൽ കലയെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുമ്പോഴൊക്കെ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന അർത്ഥത്തിൽ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നൊരു കൊച്ചു വാക്യം ഏണസ്റ്റ് ഫിഷറുടെ ഒരു വാക്യമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, മാൻ വാണ്ട്സ് ടു ബി മോർ ദാൻ ഹിംസെൽഫ്, ഹി വാണ്ട്സ് ടു ബി എ ഹോൾ മാൻ. ഹോൾ മാൻ, പൂർണ്ണ മനുഷ്യൻ എന്ന ഒരു സങ്കല്പനം. സത്യത്തിൽ ഇപ്പോൾ അതിന് പകരമായി അനന്തത, ഇൻഫിനിറ്റി എന്ന് ഉപയോഗിക്കാവുന്നതാണ്. കാരണം പൂർണ്ണം എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് അറിയാം, അത് നമ്മൾ കേവലമായിട്ടല്ല, ആപേക്ഷികമായിട്ടാണ് അങ്ങനെ പറയുന്നത്. ഏതൊരു ജീവിതത്തിലും ആ ജീവിതത്തിനപ്പുറത്ത് തുളുമ്പാൻ, കവിയാൻ ഒക്കെയുള്ള ഒരു പെടച്ചിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കവിത എഴുതിയാലും ഞാൻ കവിത എഴുതിയിട്ടില്ലെങ്കിലും മനുഷ്യരൊക്കെ കവികളാണ്. സച്ചിദാനന്ദ മാഷ് ഒരു കവിതയിൽ പറയുന്നുണ്ട്, അതിന് തിരുത്ത് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്, പൂവുകളെക്കുറിച്ച് പാടാവുന്നൊരു കാലം വരും, അന്ന് എല്ലാ മനുഷ്യരും കവികളാവും. പൂവുകളെക്കുറിച്ചൊന്നും പാടണ്ട, ഒന്നിനെക്കുറിച്ചും പാടണ്ട, ഒരക്ഷരം പോലും പറയണ്ട, ഒരു വാക്കുപോലും എഴുതണ്ട, അല്ലാതെ തന്നെ മനുഷ്യരൊക്കെയും ജീവിക്കുന്ന കവിതകളാണ്. അതിനൊപ്പമെത്തുന്നൊരു കവിത, അതിനോളം വലിയൊരു കവിത വേറെയില്ല. അത് മനസ്സിലാക്കാൻ ചുരുങ്ങിയത് ഒരു ജീവിതത്തെ അടുത്ത് നിന്ന് അറിയാൻ ശ്രമിച്ചാൽ മാത്രം മതിയാവും. നമ്മളാവട്ടെ നമ്മളെ തന്നെ അടുത്ത് നിന്ന് അറിയാൻ ശ്രമിക്കുന്നില്ല, പിന്നെയല്ലേ മറ്റുള്ളവർ. ഞാൻ ഇന്ന് ഒരു ലൈബ്രറിയുടെ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഹയർ സെക്കൻഡറി കുട്ടികളാണ്. അവരോട് പറഞ്ഞൊരു കാര്യം, നമ്മൾ ഈ പ്രഭാഷണത്തിലൊക്കെ പറയുന്ന പ്രിയപ്പെട്ട വലിയൊരു കവിതയാണത്, വലിയൊരു കവിതയാണ്, ചെറുതല്ല. ആ കവിത തെളിഞ്ഞു കിട്ടണമെങ്കിൽ, പ്രിയപ്പെട്ട എന്ന് പറഞ്ഞതുകൊണ്ടായില്ല, നമ്മുടെ കണ്ണുകൾ അടച്ച്, പുറം കണ്ണുകൾ അടച്ച് അകങ്കണ്ണ് തുറന്ന് മറ്റെല്ലാ ബഹളത്തിൽ നിന്നും നമ്മളെ വിമോചിപ്പിച്ച് ഈ വാക്ക് നമ്മുടെ ഉള്ളിൽ, അതിനൊപ്പം നമ്മളിരുന്ന് മൗനമായി ഉച്ചരിക്കുകയാണെങ്കിൽ ഒരു 15 ദിവസം മറ്റൊന്നിനും വേണ്ടിയല്ലാതെ, ഒരു പ്രയോജനവും കാക്ഷിക്കാതെ
നമ്മൾ ഉച്ചരിക്കുകയാണെങ്കിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, മുമ്പ് നമ്മൾ കേട്ടപ്പോൾ, മുമ്പ് നമ്മൾ പറഞ്ഞപ്പോൾ ഈ വാക്കിനില്ലാതിരുന്നൊരു തിളക്കം ആ വാക്കിനുണ്ടായിത്തീരും. നിരന്തരമായ ആവർത്തനത്തിലൂടെ ക്ലീഷയായി മാറിയതുകൊണ്ട് നമ്മൾ പിഴിഞ്ഞ് നീരെടുത്ത് ചണ്ടിയായി തീർന്ന ഒരു വാക്കായി മാറിയതുകൊണ്ട് പറയുന്ന ആൾക്കും പ്രിയപ്പെട്ടാന്ന് പറയുമ്പോൾ ഒന്നുമില്ല, കേൾക്കുന്ന ആൾക്കും പ്രിയപ്പെട്ടാന്ന് കേൾക്കുമ്പോൾ ഒന്നുമില്ല. അത് നമ്മൾ പറയേണ്ടതാണല്ലോ, പ്രഭാഷണത്തിലൊക്കെ ആണെങ്കിൽ അങ്ങനെയാണല്ലോ തുടങ്ങേണ്ടത് എന്ന ഒരു നരച്ച പതിവിൽ നമ്മൾ നിന്നുപോയിരിക്കുകയാണ്. അവിടെ നിന്ന് അതിനെ നവീകരിക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് കവിതയുടെ പ്രസക്തി. കവിതയും എടുത്ത് പെരുമാറുന്നത് നിരന്തരമായ ആവർത്തനം കൊണ്ട് ചെടിച്ച് ക്ലീഷയായി തീർന്ന ഒരുപാട് കാര്യങ്ങളെയാണ്. ഇപ്പം ഞാൻ ഈ അടുത്ത ദിവസം വീണ്ടും ഫിദായ് എന്ന് പറയുന്ന പാലസ്തീൻ ദേശീയ ഗാനം, അതിൽ ആവർത്തനമാണ്. ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന വാക്ക് വാരിയർ എന്നുള്ളതാണ്, യോദ്ധാവ്, വാരിയർ വാരിയർ വാരിയർ. പക്ഷേ അതുൽപ്പാദിപ്പിക്കുന്നൊരു ഊർജം, സാധാരണ നമ്മൾ പറയുക ആവർത്തന വിരസം എന്നാണ്, എന്നാൽ ആവർത്തന വിസ്മയം, അവിടെയാണ് കവിത. നിരന്തരമായ ഉപയോഗത്തിലൂടെ വിരസമായി തീർന്ന വാക്കുകളെ വിസ്മയമാക്കി തീർക്കുന്ന, കടമൻ തന്നെ ഒരു കവിതയിൽ പറയുന്നുണ്ടല്ലോ, വിസ്മയം പോലെ ലഭിക്കുന്ന നിമിഷങ്ങൾക്ക് അർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുക്കണം. അപ്പം നമ്മൾ അർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കത്തിയാൽ മരുന്നിനാൽ മാറാത്ത നോവും, ശസ്ത്രക്രിയയിലൂടെയോ മരുന്നിലൂടെയോ സുഖപ്പെടുത്താനാവാത്ത വേദന, ആ വേദന ഉത്കൃഷ്ടമായ ഭാവഹർഷം കൊണ്ട്, അതായത് ഭാഷക്ക് സാന്ത്വനിപ്പിക്കുക എന്നൊരു ദൗത്യം, ചികിത്സ, അങ്ങനെ ഒരു ദൗത്യം അരുന്ധതി റോയുടെ നോവലിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു സന്ദർഭമുണ്ട്. അതായത് ഹക്കീം മുലാഖത്ത് അലി, അദ്ദേഹം പ്രശസ്തനായൊരു വൈദ്യനാണ്. അദ്ദേഹം രോഗികൾക്ക് മരുന്ന് കുറിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ആ രോഗവുമായി ബന്ധപ്പെട്ട് ഒരു കവിതാശകലവും കുറിച്ചു കൊടുക്കും. അപ്പം ഈ മുലാഖത്ത് അലിയുടെ കവിതാശേഖരം എത്ര വിപുലമായിരിക്കണം. എല്ലാവർക്കും ഒരേ കവിത കുറിച്ചു കൊടുക്കാൻ പറ്റില്ല. ഓരോ രോഗത്തിനനുസരിച്ച് ഒരു 4 വരി മരുന്നിൻ്റെ ചീട്ടിൻ്റെ ഒപ്പം എഴുതി കൊടുക്കും. അതാണ് അയാളുടെ പതിവ്. ആളുകൾക്കൊക്കെ വലിയ ആശ്വാസമാണ്. എന്നാൽ ജഹനാര ബീഗം, അദ്ദേഹത്തിൻ്റെ പങ്കാളി, അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ചുള്ള ഒരു രഹസ്യം വെളിപ്പെടുത്തിയപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹത്തിന് കവിത കുറിച്ചു കൊടുക്കാൻ കഴിയാതെ പോയി. അതിൻ്റെ കാരണം മുലാഖത്ത് അലിയിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് ആ കുട്ടിയെ ആൺകുട്ടിയായിട്ടാണ് വളർത്തിയത്. ആ കുട്ടി ആൺകുട്ടിയോ അല്ല പെൺകുട്ടിയോ അല്ല, അത് മൂന്നാമത്തെ കുട്ടിയല്ല. കാരണം നമുക്കറിയാം, നമ്മൾ തുടങ്ങിയത് തന്നെ അധികാരത്തെ അപനിർമ്മിച്ചുകൊണ്ടാണ്. അധികാരത്തെ അപനിർമ്മിക്കുന്ന ഒരു അന്വേഷണത്തിൽ മൂന്നാമതില്ല, രണ്ടാമതുമില്ല, ഒന്നാമതുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് ട്രാൻസാണ്. അപ്പോൾ ഇദ്ദേഹം മാത്രമല്ല, നമ്മളൊക്കെ സ്വാംശീകരിച്ച പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് അതിന് പറ്റിയൊരു കവിത അന്ന് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് വിജയരാജ് മല്യ ഉൾപ്പെടെ നിരവധി പേർ കവിതകൾ എഴുതുന്നുണ്ട്. മുലാഖത്ത് അലി ഇപ്പോഴായിരുന്നു കുറിച്ചു കൊടുക്കുകയെങ്കിൽ അദ്ദേഹം നിർബന്ധമായും ഈ പറഞ്ഞ, ഇതിന് പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാവും. ഇതിന് രോഗം എന്ന് പറയാൻ പറ്റില്ല, പറയുന്ന ആൾക്ക് രോഗമാവും. അപ്പോൾ ഇതിനെ എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ. അത് നമ്മുടെ ഭാഷയുടെ ഒരു പ്രതിസന്ധിയാണ്. അതായത് പുതിയ അവസ്ഥകളെ, സംഭവങ്ങളെ, പ്രക്രിയകളെ അടയാളപ്പെടുത്തേണ്ടി വരുമ്പോൾ എത്രയോ കാലമായി ഉപയോഗിച്ചുകൊണ്ട് പോരുന്ന ഭാഷയിൽ
ഒരു സ്തംഭനുണ്ടാവും. അപ്പോൾ അത് മറികടക്കപ്പെടേണ്ടതുണ്ട്. അത് മറികടക്കാനുള്ള സാഹസികമായ ഒരു സമരം കൂടിയാണ് സത്യത്തിൽ കവിത. അപ്പോൾ അതുകൊണ്ടത് ഭാഷയിൽ സംഭവിക്കുന്ന വലിയൊരു സംഭവമാണ്. പക്ഷേ ഭാഷയ്ക്ക് മുമ്പും അത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ തുടങ്ങിയത് അധികാരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അധികാരത്തിൻ്റെ ശക്തി ഞാൻ സൂചിപ്പിക്കാം. 2016 തെക്കൻ ഗോവയിൽ തെങ്ങ് മരമല്ലാതായി തീർന്നു. നമ്മുടെ സാഹിത്യത്തിലൊക്കെ കൽപ്പകവൃക്ഷം എന്ന് പറയുന്ന തെങ്ങ് മരമല്ലാതായി തീർന്നു 2016. പക്ഷേ 2017 വീണ്ടും അത് മരമായി മാറി. 2016 മരമല്ലാതായി തീരാൻ കാരണം അവിടെ അഗ്രോവാണി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു മദ്യ കമ്പനി അതിൻ്റെ വിപുലീകരണത്തിന് വേണ്ടി തെങ്ങുകൾ വെട്ടിമുറിക്കുന്ന ഒരു പ്രവർത്തനം, ആയിരക്കണക്കിന് തെങ്ങുകൾ വെട്ടിമുറിച്ചു. ഈ സമയത്ത് തെങ്ങിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ ഒരു സമരം രൂപപ്പെട്ടു വന്നു. അപ്പോൾ ഈ 2016 തെങ്ങ് മുറിക്കുമ്പോൾ അതിനെതിരെ വിമർശനം വന്നപ്പോൾ അവിടുത്തെ ബൊട്ടാണിക്കൽ സൊസൈറ്റി കൂടി പങ്കെടുത്തുകൊണ്ട് ഒരഭിപ്രായം പറയണ്ടായി. ആ അഭിപ്രായം തെങ്ങ് മരമല്ല എന്നുള്ളതിന് തെളിവായി ബൊട്ടാണിക്കൽ സൊസൈറ്റി പറഞ്ഞത് തെങ്ങിന് ബ്രാഞ്ചസ് ഇല്ല. മരമാണെങ്കിൽ ബ്രാഞ്ചസ് വേണം, ശിഖരങ്ങൾ വേണം. ഇതും കളവാണ്. ലക്ഷദ്വീപിലൊന്ന് പോയാൽ മതി. ലക്ഷദ്വീപിൽ ഞാൻ പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു, മാഷെ കാട് കാണണമെന്ന് ചോദിച്ചു. നമ്മൾ വളരെ ഉന്മത്തമാവുന്ന ഒന്നാണ്, കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കൊണ്ടുപോയി. അത് തെങ്ങിൻ കാടാണ്. ഒരു തെങ്ങിൻ്റെ മുകളിൽ തന്നെ 4-5 കവരകങ്ങൾ കൂട്ടിപ്പിണഞ്ഞ് വള്ളി പോലെ അസൽ തെങ്ങും കാട്. അപ്പം ഗോവയിലെ ബൊട്ടാണിക്കൽ സൊസൈറ്റി ലക്ഷദ്വീപിനെങ്കിലും മനസ്സിൽ വെച്ച് ആലോചിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിലും മരത്തിന് ശാഖകൾ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് അധികാരത്തിന് വേണ്ടി ഒരു തിട്ടൂരിറക്കിയതാണ്. പക്ഷേ സമരം ശക്തമായപ്പോൾ 2017 വീണ്ടും തെങ്ങ് മരമായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അധികാരം ഏകപക്ഷീയമായി ഒരു കാലത്തും ഒരു സമൂഹത്തിലും പ്രവർത്തിച്ചിട്ടില്ല, പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് തെങ്ങിനെ മരമല്ലാതാക്കി അതേ അധികാരത്തിന് തെങ്ങിനെ വീണ്ടും മരമാക്കി അംഗീകരിക്കേണ്ടി വന്നു. പക്ഷേ അതിന് ഇടപെടുന്നൊരു ജനത ഉണ്ടായിരിക്കണം. ആ ഇടപെടുന്ന ജനതക്ക് ഊർജം നൽകുന്ന ഭാഷയിലെ നിരവധി വ്യവഹാരങ്ങൾ ഉണ്ടാവണം. അതിലൊരു വ്യവഹാരത്തിൻ്റെ പേര് കൂടിയാണ് കവിത. അതുകൊണ്ടാണ് പാലസ്തീൻ കവിതയിൽ നിരന്തര ആവർത്തനമാണ്. രാഷ്ട്രം ആവർത്തിക്കപ്പെടുന്നു, സമരം ആവർത്തിക്കപ്പെടുന്നു, യോദ്ധാക്കൾ ആവർത്തിക്കപ്പെടുന്നു, ഒലിവ് ആവർത്തിക്കപ്പെടുന്നു. ഇതൊക്കെ ആവർത്തിക്കുന്നത് ഒരൊറ്റ ദൗത്യം. ഇവിടെ നേരത്തെ ശിവപ്രസാദ് പറഞ്ഞു, സുഹൈലത്തിൻ്റെ കവിതകളെ മുൻനിർത്തി അതിൻ്റെ ഒരു രാഷ്ട്രീയമാണ്. അത് വളരെ പ്രധാനമാണ്. മാവോ സേതുങ്ങിൻ്റെ വളരെ പ്രസിദ്ധമായ പഴയൊരു പ്രയോഗം പലതവണ നമ്മൾ പറഞ്ഞതും കേട്ടതുമാണ്. പക്ഷേ ഇന്ന് വീണ്ടും പറയേണ്ടതുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. രാഷ്ട്രീയം സർഗാത്മകമാകുമ്പോൾ മുദ്രാവാക്യങ്ങൾ കവിതയായി മാറും. കവിതയായി മാറിയ മുദ്രാവാക്യങ്ങൾ കൂടിയാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ഇപ്പോൾ നമ്മൾ ഈ നവോത്ഥാന പ്രതിഭകളെ മുഴുവൻ പഠിച്ചാൽ, പൊയ്കയിൽ അപ്പച്ചൻ തന്നെ അടയാളപ്പെടുത്തിയത് അപ്പനില്ലാത്തവർക്ക് ഞാൻ അപ്പൻ. എത്ര വിപ്ലവകരമാണത്! അപ്പനില്ലാത്തവർക്ക് ഞാൻ അപ്പൻ എന്ന പൊയ്കയിൽ അപ്പച്ചൻ്റെ ആ പ്രയോഗം കേട്ടപ്പോൾ ഞാൻ എൻ്റെ ഗ്രാമത്തിലെ, ഇത് ഞാൻ എഴുതുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്ക് അത്ഭുതം തോന്നിയ കാര്യമാണ്. അത് ഇവിടെ ഇപ്പം എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, കവികൾ എന്ന പേരിൽ പ്രത്യേക പ്രിവിലേജുള്ള ആളുകൾ എഴുതുന്നത് മാത്രമല്ല കവിത. സ്കൂളിൻ്റെ വാരാന്ത പോലും മഴയത്ത് കയറി നിൽക്കാത്തത് കൊണ്ട്, കാരണം ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് ചെറിയ മഴയൊന്നും വന്നാൽ ആരും അത് കാര്യമാക്കില്ല. അതുകൊണ്ട് പിന്നെ സ്കൂളിൻ്റെ വരാന്തയിൽ മഴയത്ത് കയറിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള മനുഷ്യന്മാർ
അവിടെ ഈ പറഞ്ഞ അപ്പനില്ലാത്തവർക്ക് ഞാൻ അപ്പൻ എന്ന് പൊയ്കയിൽ അപ്പച്ചൻ പറഞ്ഞ വകുപ്പിൽപ്പെട്ട ഒരു കുട്ടി, നമ്മുടെ പഴയ ഭാഷയിൽ പറഞ്ഞാൽ അവിഹിത ഗർഭത്തിൽ ജനിച്ച, കാലഹരണപ്പെട്ട പഴയ ഭാഷയാണ്, അതിൽ ജനിച്ചൊരു കുട്ടി. ആ കുട്ടിക്ക് ഞങ്ങളുടെ നാട്ടിലെ മനുഷ്യരിട്ട പേര് നിരപരാധി. കവിതയാണ്. കാരണം ഈ രണ്ട് മനുഷ്യർ തമ്മിലുള്ള ആഹ്ലാദത്തിൽ രൂപപ്പെട്ട മൂന്നാമത്തെ ആഹ്ലാദമാണ് ഈ കുട്ടി. അതിലൊരാൾക്ക് ഒഴിഞ്ഞു മാറാൻ നിർവാഹമില്ല. ഒഴിഞ്ഞു മാറാനൊക്കെ വഴിയുണ്ട്, എന്നിട്ട് അവർ ഒഴിഞ്ഞു മാറിയില്ല. എന്നാൽ ഇതിൻ്റെ ഉൽപ്പാദന പ്രവർത്തനത്തിൽ പങ്കെടുത്ത ആൺമനുഷ്യൻ ഒളിവിൽ പോയി. അപ്പോഴാണല്ലോ ഈ കുട്ടിക്ക് അപ്പനില്ല എന്നുള്ള ബാസ്റ്റാർഡ് എന്നൊക്കെ വിളിക്കുക. പക്ഷേ ഞങ്ങളുടെ നാട്ടുകാർ ബാസ്റ്റാർഡ് എന്ന് വിളിച്ചില്ല, നിരപരാധി. അപരാധി ആ ബോർനാണ്. ഈ ആഹ്ലാദ പ്രവർത്തനത്തിൽ പങ്കെടുത്ത് അതിൻ്റെ അനന്തരഫലത്തെ ആഹ്ലാദത്തോടെ ഏറ്റെടുക്കാതെ ഒളിച്ചോടിയ ആ ഭീരു ബോറനാണ് അപരാധി. ഈ കുട്ടി നിരപരാധിയാണ്. കവിതയാണ്, ഒരു സംശയവും വേണ്ട. അങ്ങനെ മനുഷ്യർ ജീവിതത്തിൽ കവിതകൾ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. നവോത്ഥാന പ്രതിഭകളെല്ലാം കവികളായിരുന്നു. പൊയ്കലപ്പച്ചൻ മാത്രമല്ല, മഹാത്മാ അയ്യങ്കാളി മുതൽ ശ്രീനാരായണ ഗുരു മുതൽ എല്ലാ ആളുകളും കവികളാണ്. എന്ന് പറഞ്ഞാൽ അവർ കവിത എന്ന പേരിൽ പ്രത്യേകം എഴുതിയിട്ട് അല്ല. ഇനി നമ്മൾ തന്നെ ഏതെങ്കിലും ഒരു സമരമുഖത്ത് നിൽക്കുകയെന്ന് വിചാരിക്കുക, എഴുതി തയ്യാറാക്കിയ മുദ്രാവാക്യമൊക്കെ ഉണ്ടാവും. അത് കുറച്ചുകൂടി ഒരു സംഘർഷാവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവിടെ വെച്ച് അപ്പം മുദ്രാവാക്യങ്ങളുണ്ടാവും. ആ മുദ്രാവാക്യങ്ങൾക്ക് ആ വീര്യം കൂടും, വീറ് കൂടും. അത് സമരമായിട്ട് കവിതയായിട്ട് മാറും. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പം ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ സ്വഹീലത്തിൻ്റെ ഡയസ്പോറ അതേക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതിലെ 2-3 കവിതകൾ ഇവിടെ അവതരിപ്പിക്കപ്പെടാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഡോസ്റ്റോവസ്കിയെ കുറിച്ചൊക്കെ എഴുതിയ കവിത മലയാളത്തിലെ ശ്രദ്ധേയമായ കവിതകൾക്കൊപ്പം നിൽക്കാവുന്ന കവിതകൾ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ പവർ, അധികാരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. മറ്റൊന്ന്, ഈ അടുത്ത് 2025 വന്നൊരു കാര്യം ഞാൻ പറയാം. പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സർബത്ത് ജിഹാദ് എന്ന പേരിൽ കൊടുമ്പിരി കൊണ്ടൊരു സംഭവം. സർബത്ത് ജിഹാദ് എങ്ങനെയാണ് ഇന്ത്യയിൽ മധുരം കഴിച്ചു തുടങ്ങുന്നത് എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു അത്. റൂഹ് ഹഫ്സ, റൂഹ് എന്ന് പറഞ്ഞാൽ സോളാണ്, ആത്മാവാണ്. അതിനെ റെഫ്രഷ് ചെയ്യുന്ന ഒരു പാനീയം എനിക്ക് തോന്നുന്നത് 906 ഹക്കീം അബ്ദുൾ മജീദ് എന്നൊരാൾ രൂപപ്പെടുത്തിയതാണ്. ഹംദർദ് ലബോറട്ടറി രൂപപ്പെടുത്തിയ ഒന്നാണ് ഈ പറഞ്ഞ റൂഹ് ഹഫ്സ. അതിൻ്റെ 85%, 85 ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കുന്ന ഒന്നാണ്. അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട പതഞ്ജലി മഹർഷി എന്ന് കേൾക്കുമ്പോൾ ഇപ്പം നമ്മൾ ഓർക്കുന്നത് ബാബ രാംദേവ്. അദ്ദേഹത്തെ എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പരസ്യത്തിൽ പ്രധാനമായിട്ടും ഞാൻ കണ്ടിട്ടുള്ളത്, വേറെ പുതിയ പരസ്യം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വയറ് ഒട്ടിച്ചിട്ട് ഏകദേശം പിറകിലേക്ക് എത്തും, ആ രീതിയിൽ ഒട്ടിച്ചുള്ള, അതാണ് അദ്ദേഹത്തിൻ്റെ യോഗാഭ്യാസത്തിൻ്റെ ഏറ്റവും മികച്ച പോസ്റ്ററായിട്ട് അദ്ദേഹം കൊടുക്കാറുള്ളത്. സത്യത്തിൽ ഇത് ഇന്ത്യയിൽ, ഇപ്പം കേരളത്തിൽ അതിദാരിദ്ര്യം അവസാനിപ്പിക്കപ്പെട്ടതുകൊണ്ട് എന്തായിരിക്കും സ്ഥിതി എന്ന് അറിഞ്ഞുകൂടാ. മറ്റു പല സ്ഥലത്തെയും ഭൂരിപക്ഷം മനുഷ്യന്മാരുടെ അവസ്ഥ യോഗാഭ്യാസം ഒന്നും ചെയ്യാതെ വയറ് വളരെ ഒട്ടിയിട്ടാണ്. അത് പ്രത്യേകിച്ചൊരു അത്ഭുതമൊന്നുമല്ല, ഇദ്ദേഹത്തിൻ്റെ കഴിവാണത്. ഇദ്ദേഹം ഈ അടുത്ത കാലത്തൊരു സർബത്തുണ്ടാക്കി, ഗുലാബ് എന്നാണ് ആ സർബത്തിൻ്റെ പേര്. അപ്പോൾ ഈ സർബത്ത് ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതാണ് ഒറിജിനൽ സർബത്ത്, മറ്റത് ഭീകരതയാണ്. 1906 മുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ റൂഹ് ഹഫ്സ എന്നുള്ളത് ഭീകരതയാണ്. ഇദ്ദേഹം ഉണ്ടാക്കിയ ഗുലാബ് സർബത്താണ് ഏറ്റവും മികച്ച സർബത്ത്. ഈ വീഡിയോ കണ്ടിട്ട് ഇദ്ദേഹം തന്നെ വീഡിയോ ഉണ്ടാക്കി, ഇദ്ദേഹം തന്നെ അവതരിപ്പിച്ചു.
നമ്മളെ കോടതികളൊക്കെ സാധാരണഗതിയിൽ പലതരം വിഡിത്തങ്ങളും പറയും. പക്ഷേ ഇത് കണ്ടപ്പോൾ കോടതിക്ക് പോലും സഹിച്ചില്ല. അങ്ങനെ അദ്ദേഹം ആ വീഡിയോ പിൻവലിക്കേണ്ടി വന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതിലൊരു പവർ ഇങ്ങനെ പറയാൻ ഇദ്ദേഹത്തിന് ഒരടിസ്ഥാനമില്ല അങ്ങനെ പറയാൻ. പക്ഷേ ഇത് പറയാൻ നിലനിൽക്കുന്ന സാമാന്യ ബോധം നൽകുന്നൊരു പവറുണ്ട്. എന്നാൽ നമ്മുടെ ജുഡീഷ്യറി മറ്റൊരു പവറാണ്. ആ പവർ അതിനെ അംഗീകരിച്ചില്ല. അപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത് ഇത് വളരെ വിപുലമായുള്ളൊരു വിഷയമാണ്. പലതരത്തിലുള്ള അധികാരങ്ങൾക്കിടയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അധികാരങ്ങളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് കവിതയുടെ പല ദൗത്യങ്ങളിൽ ഒന്ന്. ആ ദൗത്യം ഏറ്റവും നന്നായി നിർവഹിക്കുന്ന ഒരു കവിതാ സമാഹാരം ഡയസ്പോറ സുഹൈലത്ത് ഇവിടെ പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി 2 വാക്ക് എന്ന് പറഞ്ഞാൽ 2 വാക്കല്ല, കുറച്ച് അങ്ങനെയുള്ള നമ്മൾ പറയാം. കുറച്ചേറെ ഞാൻ നിങ്ങളെ നോക്കുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ നിസ്സഹായത മനസ്സിലാവുന്നുണ്ട്. രാവിലെ തൊട്ട് ഇരിക്കുകയാണ്. ഞാനും വലിയ നിസ്സഹായാവസ്ഥയിലാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ കുറേ മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ടും മായ എന്നെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചു എന്താണ് അസുഖം. ഞാൻ എൻ്റെ ഒരു കുറിപ്പിൽ എഴുതിയിരുന്നു പലവിധ അസുഖങ്ങൾ അതിൻ്റെ സംസ്ഥാന സമ്മേളനം കൂടാൻ തിരഞ്ഞെടുത്തൊരു ശരീരമായി ഇപ്പോൾ മാറിയിട്ടുണ്ടെന്ന് എഴുതി. അതിൻ്റെ ഒരു പരിഭ്രമമൊക്കെ കൊണ്ടാണ്. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എന്നാലും ഈ ഉച്ച സമയത്ത് ഞാൻ രാവിലെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് 2-3 മണിക്കൂർ ഒന്ന് വിശ്രമിക്കണം. എന്നാൽ പിന്നെ വൈകുന്നേരം ഒരു 2 മണിക്കൂർ പ്രസംഗിക്കാൻ ഓക്കെ ആവും. ഇന്നത് പറ്റിയിട്ടില്ല. അതിൽ വാദി പ്രതി ഒക്കെ ഞാൻ തന്നെയാണ്. സുഹൈലത്തിന് അതിലൊരു പങ്കുമില്ല. ഇതാണ് മനുഷ്യന്മാർ തമ്മിൽ ഇഷ്ടമുണ്ടായി കഴിഞ്ഞാലുള്ള കുഴപ്പം. അതുകൊണ്ട് മനുഷ്യന്മാർ തമ്മിൽ ഇഷ്ടമുണ്ടാവുകയും എന്നാൽ ഇഷ്ടമില്ല, അതേക്കുറിച്ചൊരു വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പ്രണയം ചരിത്രപരമായി പരിശോധിച്ചാൽ അത്ര മികച്ച ഒരു ഉരുപ്പടിയല്ല. ഇതെന്തൊരു ചപ്ലാച്ചി സാധനം എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ ഇതിനെ പണ്ടേ അവതർമ്മിച്ചിട്ടുണ്ട്. അത് നമുക്ക് പ്രണയിക്കുന്ന 2 പേർ അങ്ങനെ നമ്മൾ ഒളിഞ്ഞു നോക്കൊന്നും വേണ്ട, സൗഹൃദത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അല്ല അവർ തന്നെ ഒരു കാര്യം ചെയ്താൽ മതി. ഇവർ സംസാരിക്കുന്നതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് പ്രണയ വേലിയിറക്ക സമയത്ത് ഇതൊന്ന് കേട്ട് നോക്കിയാൽ മതി. എന്തൊരു ബോറായിരിക്കും, ഒരു സംശയവും വേണ്ട. എന്നാൽ ഏത് ബോറിനെയും കവിതയാക്കുന്ന ഒരു ഇന്ദ്രജാലം ഈ പ്രണയ വേലിയേറ്റ സമയത്ത് ഉണ്ടായിത്തീരും. സത്യത്തിൽ പ്രണയം നമ്മുടെ ജീവിതത്തിൻ്റെ പരസ്പര ബന്ധത്തിൻ്റെ, ഞാനതിനെ മഹാസൗഹൃദം എന്നാണ് വിളിക്കുന്നത്. ആ മഹാസൗഹൃദത്തിൻ്റെ മുരട്ടെന്ന് മുളച്ചു വന്ന നിരവധി ഭാവങ്ങളിൽ ഒന്ന് മാത്രമാണ് സത്യത്തിൽ പ്രണയം. അത് വ്യത്യസ്ത ലിംഗവിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ തമ്മിൽ പല കാരണങ്ങളാൽ വേണ്ടത്ര ആകർഷണം ഇല്ലാത്തൊരു പശ്ചാത്തലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നടത്തിയ ഒരു സാംസ്കാരിക ശ്രമമാണ്. അപ്പം നമുക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ വിചാരിക്കുന്നത് ഏത് കാലത്തും ഈ വ്യത്യസ്ത ലിംഗവിഭാഗത്തിൽപ്പെട്ട ആളുകൾ തമ്മിൽ ആകർഷിച്ചുകൊണ്ടേയിരുന്നു, ലൈംഗികത അത്രമേൽ ഉന്മാദകരമായിരുന്നു. അങ്ങനെ കരുതാൻ എനിക്ക് ഉറപ്പില്ല, അതൊരു സംവാദ വിഷയമാണ്. എന്തായിരുന്നാലും റൊമാൻറ്റിക് പീരീഡിലാണ്, കാൽപ്പനിക കാലഘട്ടത്തിലാണ് ഈ പ്രണയം മറ്റെല്ലാറ്റിനും മുകളിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടുന്നത്. പക്ഷേ അത് ഈ സൗഹൃദത്തിൻ്റെ മഹാസൗഹൃദത്തിൻ്റെ ഭാഗമാണ്. ഈ സ്ഥാനക്കയറ്റം കൊണ്ട്, കാൽപ്പനിക പ്രണയം കൊണ്ട് സത്യത്തിൽ സംഭവിച്ചത് പൊതുജീവിതത്തിൽ സ്വകാര്യ ജീവിതത്തിൻ്റെ തുരുത്തുകൾ രൂപപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ സാധ്യതകളുണ്ട്. പക്ഷേ ഞാൻ സൂചിപ്പിക്കുന്നത് ദീർഘമായ ഒരു ചരിത്ര പ്രക്രിയയുടെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ അത് അനിവാര്യമായും നാളെ മഹാസൗഹൃദത്തിന് വഴിമാറും, മഹാസൗഹൃദത്തിൻ്റെ ഭാഗമായി തീരും. മഹാസൗഹൃദത്തിൻ്റെ മുമ്പിൽ വിനയപൂർവ്വം നിൽക്കാൻ അത് നിർബന്ധിതമാകും. അതുകൊണ്ട്
നമ്മളിപ്പോൾ പഴയ കാൽപ്പനിക പ്രണയത്തിൻ്റെ ഒരു തുടർച്ചയിൽ അതേക്കുറിച്ച് കുറച്ചു കാലം കൂടി അങ്ങനെയും ഇങ്ങനെയൊക്കെ എഴുതും. നമ്മളെ പാട്ടിലൊക്കെ ഉണ്ടല്ലോ, ആ പ്രണയത്തിൻ്റെ ഉന്മാദത്തിലായിരിക്കണം കവി എഴുതി അവൾ ചിരിച്ചാൽ മുത്തുകൊഴിയും, ആരും മനസ്സറിഞ്ഞ് ചിരിച്ചാൽ തുപ്പൽ തുറക്കിയുള്ളൂ, പക്ഷേ പ്രണയം അതിനെ മുത്താക്കി മാറ്റും, അത്തറാക്കി മാറ്റും, സുഗന്ധമാക്കി മാറ്റും. എന്നാൽ പ്രണയം നഷ്ടപ്പെട്ടാലോ? പ്രണയം നഷ്ടപ്പെട്ടാൽ നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും, തുപ്പൽ തുറക്കാതിരിക്കാൻ. ഇപ്പം ഞാൻ തന്നെ സംസാരിക്കുമ്പോൾ ഈ മൈക്കിൻ്റെ ഓണർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ ശ്രദ്ധിക്കരുത്, ഇങ്ങനെയൊക്കെ അടുത്ത് പിടിച്ചാൽ കുഴപ്പമാണ്. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് ഇതിനൊരു കവറിടും, അപ്പോൾ പിന്നെ പ്രശ്നമില്ല. ഇല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള മൈക്കിന് ഒരു 10 ആൾ ബും എന്ന് പറഞ്ഞിട്ട് സംസാരിച്ച് ഇത്ര അടുത്ത് പിടിച്ച് സംസാരിച്ചാൽ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ വളരെ ചിതറിയ ചില അഭിപ്രായങ്ങൾ ഈ ഉച്ച സമയത്ത്, ഞാൻ നിങ്ങളെ ക്ഷീണം ഞാൻ പറയാൻ കാരണം ഇത് രാവിലെ തുടങ്ങിയിട്ടുണ്ട് ഏർപ്പാട്. പിന്നെ ഉച്ചക്ക് ഈ സമ്മേളനമൊക്കെ ആയതുകൊണ്ട്, സെമിനാറൊക്കെ ആയതുകൊണ്ട് നല്ല ഫുഡായിരിക്കും മിക്കവാറും. ഇല്ലല്ലേ? അത് മോശമായിപ്പോയി. നാളെ ഉണ്ടോ? അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാം ഉണ്ട്. എല്ലാം നാളെ പരിഹരിക്കും, ഫുഡിലൂടെ നമ്മളത് പരിഹരിക്കും. അപ്പോൾ ഇനി എന്തായാലും ഇവിടെ മറ്റുള്ള സുഹൃത്തുക്കളുടെ സംഭാഷണം ഉണ്ടാവും, മായ ചെമ്പകത്തിൻ്റെ കവിതാലാപനം ഉണ്ടാവും, സുഹൈലത്തിൻ്റെ മറുപടി ഉണ്ടാവും, എല്ലാം കൂടി ചേർന്നാൽ അല്ലേ? അപ്പോൾ അത് ഒരു ഓക്കെ. അപ്പം നിങ്ങളെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. അടുത്തതായിട്ട് ഡയസ്പോറയിലെ 1-2 കവിതകൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ മായയെ ക്ഷണിക്കുകയാണ്. മായ കാലടി സംസ്കൃത സർവകലാശാലയിലെ അധ്യാപികയാണ്, എഴുത്തുകാരിയാണ്. വെയിൽ നനയുന്നവർ എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരം പുറത്തു വന്നിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടു കൂടി മായയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അത്രമേൽ പ്രിയപ്പെട്ട KN മാഷ്, സുഹേല, മാഷിനെ കാണാനും മാഷിൻ്റെ വർത്തമാനം കേൾക്കാനും അതോടൊപ്പം ഈ സുഹേലയുടെ ഈ കവിതകൾ പലതും രൂപപ്പെടുമ്പോഴും അതെഴുതുമ്പോഴും ഇത് പുസ്തകമാക്കുമ്പോഴും ഒക്കെ ഒരു സാന്നിധ്യമായിട്ട് അടുത്തുണ്ടായിരുന്ന ഒരാൾ കൂടിയായിരുന്നു. അപ്പം അതുകൊണ്ടുകൂടി അവളുടെ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ ഉണ്ടാവണമെന്ന ആഗ്രഹത്താലാണ് ഓടി വന്നത്. പക്ഷെ ഇങ്ങനെ ഒരു റോള് ചെയ്യേണ്ടി വരും എന്ന് വിചാരിച്ചില്ല. മാഷ് ആവശ്യപ്പെട്ടത് കൊണ്ട് 2 കവിതകൾ ആലപിക്കാനൊന്നും അറിയില്ല, വായിക്കാം. ഇതിലെ ഫിദലിന് എന്ന കവിതയാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ഈ കവിത വായിക്കാൻ കാരണം ഈ MPhil സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിരുന്ന സമയത്താണ് സുഹേല ഈ കവിത എഴുതുന്നത്. ഇതെഴുതുന്ന സമയത്ത് തന്നെ ചെഗുവേരയ്ക്കൊരു പ്രണയഗീതം എന്ന് പറഞ്ഞൊരു കവിത ഞാൻ എഴുതിയിരുന്നു. അപ്പോൾ ഫിദലിനും ചെയ്ക്കും ഞങ്ങൾ 2 പേരും കവിത എഴുതിയിരുന്ന ക്യൂബയെക്കുറിച്ചും നെരൂദയെക്കുറിച്ചും ദാർവിഷിനെക്കുറിച്ചുമൊക്കെ നേരം പുലരുവോളം ഇരുന്നു വർത്തമാനം പറയുകയും ഒക്കെ ചെയ്തിരുന്ന, അതുപോലെ തന്നെ SFIയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സുഹേലയുടെ ആ വിപ്ലവത്തിൻ്റെ കനലുകളും പ്രണയത്തിൻ്റെ ചൂടും ഒക്കെ തൊട്ടറിഞ്ഞു കൂടെ ഇരുന്ന ഒരാളായതുകൊണ്ട് കൂടി ഈ കവിത എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതുകൂടി ആയതുകൊണ്ട് ഇതൊന്ന് വായിക്കാം. ഫിദലിന്. കാതങ്ങൾക്ക് മുൻപ് ഒരു രാത്രി എഴുതാനിരുന്നതാണ്, എഴുതിയില്ല. ഇന്ന് നീ മരിച്ചിരിക്കുന്നു ഫിദൽ, നീ മരിച്ചിരിക്കുന്നു. ഇവിടെ വൻകരകൾക്കിപ്പുറത്ത് നിലാവുള്ള തടാകത്തിനരികെ ഈ ഒറ്റ ബെഞ്ചിലിരുന്നു ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട്. എനിക്കെഴുതാതിരിക്കാനാവുന്നില്ല. ഇരുട്ട് കലർന്ന നോവ് തിന്ന് എൻ്റെ പേന കരയുന്നു. ഹവാനയുടെ ഊടുവഴികളിലെ നിദ്രാരോഗിയെ കാത്ത് എൻ്റെ ഉറക്കം വാതിൽ തുറന്നിരിക്കുന്നുണ്ട്. ബാറ്റിസ്റ്റെ വിറപ്പിച്ച നിന്റെ കണ്ണുകൾ എന്നെ ഭ്രാന്തിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്നു. നിന്റെ ഹവാന ചുരുട്ടുകളിൽ പുകയുന്ന പ്രണയം എന്നെ മത്തുപിടിപ്പിക്കുന്നു. നിന്റെ അലസതയിൽ ഞാൻ കാമുകിയാവുന്നു.
നിന്റെ കണ്ണുകളിലെ ആഴം എന്നെ വിപ്ലവകാരിയാക്കുന്നു. നീ പരശതം കാതം ജനിക്കുന്നു. നീ പരശതം കാതം അകലെയാകുന്നു. നീ നൂറ്റാണ്ടുകളിലേക്ക് വളരുന്നു. നിന്നോടുള്ള എൻ്റെ പ്രണയം നോവുപോലെ വലുതാവുന്നു. നിന്റെ കണ്ണുകളിലെ കനൽ എന്നെ വലിച്ചുകൊണ്ടു പോകുന്നു. അങ്ങകലെ ക്യൂബ കരയുന്നുണ്ട്. വൻകരകൾക്കിപ്പുറത്ത് നിന്ന് നിന്റെ മൺകുടീരത്തിലെ നനവ് ഞാൻ അറിയുന്നു. ഞാൻ കാണുന്നുണ്ട് നിന്റെ കണ്ണുകളുടെ ആഴങ്ങളിൽ അതിരുകളില്ലാത്ത മനുഷ്യനെ. ഒരു നാൾ ഞാൻ വരും. നിന്നെ ഞാൻ ഭ്രാന്തമായി വലയം വയ്ക്കും. നിന്നെ ചുംബിക്കും. ഞാൻ ഉറക്കെ കരയും. ഫിദൽ, ഇതെൻ്റെ പ്രണയമാണ്, ഭ്രാന്താണ്, മരണമാണ്. മരിച്ചിട്ടും മരിച്ചിട്ടും പരശതം കാതം എന്നിൽ നീ ജനിക്കുന്നതിൻ്റെ നോവു തിന്ന പ്രണയഗീതമാണ്. ദസ്തേവസ്കി വളരെ ദീർഘമായൊരു കവിതയാണ്. പക്ഷേ മാഷ് അത് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെന്ന് തോന്നുന്നു. മാഷ് 2-3 ആവർത്തി അത് പറഞ്ഞതുകൊണ്ട് ദസ്തേവസ്കിയും കൂടി വായിക്കാം എന്ന് കരുതുന്നു. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ശരിക്കും ദസ്തേവസ്കിയെ വല്ലാതെ പിന്തുടരുന്ന ഒരാളാണ് ഞാൻ. എന്നുവെച്ചാൽ എന്താ പറയുക, വല്ലാതെ നമ്മൾ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ നിമിഷങ്ങളിൽ അനിശ്ചിതത്വത്തിലേക്കും അരക്ഷിതാവസ്ഥയിലേക്കും വഴുതി വീഴുമ്പോൾ കഠിനമായ ഹൃദയവ്യതയിലൂടെയൊക്കെ നമുക്ക് നടന്നു പോകേണ്ടിയൊക്കെ വരുന്ന ചില നിമിഷങ്ങളിൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ വഴികളിൽ വെച്ചിട്ട് നമുക്ക് ദസ്തേവസ്കിയെ കണ്ടുമുട്ടാതെ പോകാനാവില്ല. അതുകൊണ്ട് ദസ്തേവസ്കി ഇതിനകത്ത് സുഹൈല പ്രധാനമായിട്ടും ഈ ദസ്തേവസ്കിയുടെ കവിതയിലൂടെ ഭ്രാന്ത് നഷ്ടപ്പെട്ടു പോകുന്ന ദസ്തേവസ്കിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. നമുക്ക് ജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു ഭ്രാന്ത് വേണം. ആ ഭ്രാന്ത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ കേവലരായ മനുഷ്യരായി നമ്മൾ എന്തെല്ലാമൊക്കെ ചെയ്തു തീർക്കുന്ന ജന്മങ്ങളായിട്ട് തീരും. അങ്ങനെ ഒരു ദസ്തേവസ്കിയാണ് സുഹൈല ഈ കവിതയിൽ വരച്ചു കാണിക്കുന്നത്. ദസ്തേവസ്കി ഇപ്പോൾ എഴുത്ത് വരയ്ക്കുന്നില്ല. ദസ്തേവസ്കിയുടെ എഴുത്തുമുറി ഇപ്പോൾ നിശബ്ദമാണ്. മുറിയിലാകെ പേടിപ്പെടുത്തുന്ന അടുക്കും ചിട്ടയും. അയാൾ എന്തെങ്കിലും ഒന്ന് എഴുതുകയോ കീറിക്കളയുകയോ ചുരുട്ടിയെറിയുകയോ ചെയ്യുന്നില്ല. മുറിയിൽ ഒരിടത്തും അലക്കാതെ വാരി വലിച്ചിട്ട പുതപ്പോ കുപ്പായങ്ങളോ ഇല്ല. പണ്ടത്തെ പോലെ ചൂതാട്ട കേന്ദ്രങ്ങളിലേക്കുള്ള മുടങ്ങാത്ത നടത്തങ്ങളില്ല. മുറിയിൽ ഒച്ചയോ അനക്കമോ ഇല്ല. തന്നോട് തന്നെയുള്ള സംസാരങ്ങളില്ല. തന്നെ മൂടുന്ന തണുപ്പിലേക്ക് അലസമായി കോട്ടുവായിടുന്നില്ല. ഹൃദയത്തിന് മേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള മനുഷ്യനാണ്. എന്നാൽ ഇപ്പോൾ അയാളുടെ ഭ്രാന്ത് എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. അയാളിപ്പോൾ മറ്റൊന്നും ചെയ്യുന്നില്ല. തൻ്റെ മുഴുനീളൻ കുപ്പായങ്ങൾ ഇസ്തിരിയിട്ട് മടക്കി വയ്ക്കുന്നു. നേരത്തെ ഉറങ്ങുകയും അതിവേഗം ഉണരുകയും ചെയ്യുന്നു. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുകയും ആവശ്യത്തിലധികം വെള്ളം കുടിക്കുകയും ചെയ്യുന്നു. തലവേദനയ്ക്കുള്ള മരുന്ന് കൃത്യമായി കഴിക്കുന്നതിൽ എല്ലായ്പ്പോഴും ശ്രദ്ധ ചെലുത്തുന്നു. കയ്യിലുള്ള റൂബിളുകൾ എണ്ണിത്തിട്ടപ്പെടുത്തി സൂക്ഷിച്ചു വയ്ക്കുന്നു. അടുത്തുള്ള പലചരക്കു കടയിൽ നിന്ന് ആവശ്യത്തിനും അനാവശ്യത്തിനും പഞ്ചസാരയും മധുരനാരങ്ങയും കേക്കിൻ കഷ്ണങ്ങളും വാങ്ങുന്നു. 2 ദിവസം കൂടുമ്പോൾ മീൻ മാർക്കറ്റിൽ പോവുകയും പതിവ് പോലെ ആ ഇളം ചുവപ്പ് നിറത്തിലുള്ള മീൻ വാങ്ങിക്കുകയും ചെയ്യുന്നു. മുന്നത്തേക്കാൾ ഉറക്കെ ചിരിക്കാൻ ശ്രമിക്കുന്നു. ചുരുക്കത്തിൽ അയാളുടെ ഭ്രാന്ത് എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി ഒരിക്കലും അന്ന വരാനിടയില്ലെന്ന് ആരൊക്കെയോ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ചൂടൻ വാക്കുകളെ എളുപ്പം കുറിച്ചു വയ്ക്കാൻ ഇരുട്ടിൽ പടികൾ കയറി അന്ന വരുന്നില്ല. ദസ്തേവസ്കിയുടെ പ്രിയപ്പെട്ട വായനക്കാരി ഇനി വരില്ല. അയാളെ നിർത്താതെ എഴുതിക്കുമായിരുന്ന ഒരുവൾ ഇനി വരില്ല. ഇനി ഒരിക്കലും അയാളുടെ മുഖത്തേക്ക് അവൾ കണ്ണു തളരും വരെ ഉറ്റുനോക്കില്ല. ആരോ പറഞ്ഞു തീരുമ്പോൾ നിറയെ പൊട്ടിച്ചിരികൾ കേൾക്കുന്നു. അവൾ ഇനി വരില്ലെന്നതിൽ അവർ പരിപൂർണ സന്തോഷവാന്മാരാണെന്ന് തോന്നുന്നു. ഡിസംബറിന് മുൻപേ മഞ്ഞു കനക്കുന്നു. ഇടയ്ക്ക് മഴയും വെയിലും വന്ന് കാലം തെറ്റിക്കുന്നു. ചുരുക്കത്തിൽ അയാളുടെ ഭ്രാന്ത് എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ടും വല്ലപ്പോഴും വരുന്ന പല്ലുവേദനയൊഴിച്ച് അന്നയെ കാത്തിരിക്കാൻ എന്നോണം അയാൾ കൂടുതൽ ആരോഗ്യവാനായി തന്നെ തുടരുന്നു. ദിവസവും വ്യായാമം ചെയ്യുന്നു. കണ്ണാടിയിൽ നോക്കുമ്പോൾ മെലിഞ്ഞിരിക്കുന്നത് കണ്ട് ഗൂഢമായി ആനന്ദിക്കുന്നു. എന്നിട്ടും അയാൾ മദ്യപിക്കുന്നു. കൂടുതൽ മദ്യപിക്കുന്നു. തനിക്ക് ഏറെ പ്രിയമുള്ള ഒരു പഴയ റഷ്യൻ വോഡ്കയിൽ നിന്നും ഒടുവിലത്തെ 3 കവിൾ അവൾക്ക് വേണ്ടി കരുതി വയ്ക്കുന്നു. എന്നിട്ടും അയാൾ അന്നയെ കാത്തിരിക്കുന്നു. കൂടുതൽ കാത്തിരിക്കുന്നു. അവളുടെ നേർമയുള്ള വെള്ളയുടുപ്പിൽ നീല ചിത്രത്തുന്നലുകൾ പിടിപ്പിച്ചിരിക്കുന്നത് സ്വപ്നം കാണുന്നു.
തൻ്റേത് തന്നെ എന്ന് തോന്നിക്കുന്ന അവളുടെ കാപ്പിപ്പൊടിയുടെ നിറമുള്ള കുഴിഞ്ഞ കണ്ണുകൾ ഓർമ്മ വരുന്നു. വരാതിരുന്നാൽ അയാൾ മരിച്ചു പോവുമെന്ന് അന്നയ്ക്ക് മാത്രം അറിയാവുന്നതിനാൽ ഭ്രാന്ത് നഷ്ടപ്പെട്ടിട്ടും ആവശ്യത്തിലേറെ പക്വത കൈവന്നിട്ടും എൻ്റെ ദസ്തയോ 2021 ഇന്ത്യയിൽ ഒരിടത്ത് ഒരു നവംബർ മാസത്തിൽ നഗരത്തിലെ തൻ്റെ വാടക വീടിൻ്റെ ബാൽക്കണിയിൽ കയ്യിലൊരു പേനയും പിടിച്ച് അന്നയെ കാത്തിരിക്കുന്നു. അയാൾ അന്നയെ കാത്തിരിക്കുന്നു. നന്ദി മായ. ഈ ചടങ്ങിൻ്റെ മറുമൊഴിക്കായിട്ട് എഴുത്തുകാരിയായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൈലെ ക്ഷണിക്കുന്നു. സമയം ഒരുപാട് വൈകിട്ടുണ്ട്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട മനോജ് മാഷ്, അതുപോലെ പ്രിയപ്പെട്ട KN SP, ഞാൻ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഞാൻ സഹായിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ജീവിതത്തിൽ ആദ്യമായി ഞാൻ സഹായിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഗവേഷക സുഹൃത്തുക്കൾ, എൻ്റെ സംഘടനാ സൗഹൃദങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ തീർച്ചയായും ഞാൻ ഈ കവിതയുടെ കവർ പ്രകാശന സമയത്ത് അത് കഴിഞ്ഞോ SP-യോട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ മലയാള സാഹിത്യത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്ത് കളയാം എന്നുള്ള തരത്തിൽ എഴുതിയ കവിതകളൊന്നുമല്ല. പലപ്പോഴും ഇതിലെ എല്ലാ കവിതകളും എഴുതിപ്പോയ കവിതകളാണ്. എഴുതിയില്ലെങ്കിൽ ഒരു നിമിഷം മുന്നോട്ട് പോവില്ല എന്ന് തോന്നുന്ന സമയത്ത് എഴുതിപ്പോയ കവിതകളാണ്. അപ്പം ആ ഒരു തരത്തിൽ നിങ്ങൾ ഈ കവിതയെ കണ്ടാൽ മതി. പിന്നെ പേഴ്സണലി എനിക്ക് KM മാഷ് ഈ കവിത പ്രകാശനം ചെയ്യണം, ചെറിയൊരു ചടങ്ങിൽ KM മാഷ് സംസാരിച്ച് പ്രകാശനം ചെയ്യണം എന്നാണ് പേഴ്സണലി ഉണ്ടായിരുന്നത്. കാരണം എനിക്ക് വായനയുടെ ഒരു ലോകത്തേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് KM മാഷിൽ നിന്നൊക്കെയാണ്. ശ്മശാനങ്ങൾക്ക് സ്മാരകങ്ങളോട് പറയാനാവാത്തതൊക്കെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകങ്ങളിലൊന്നാണെന്നുള്ളത്. അപ്പം കവിതയിൽ ദാർവിഷ് വരുന്നു എന്നൊക്കെ നിങ്ങളും പറഞ്ഞു, SP പറഞ്ഞു, KM മാഷും ഒക്കെ പറഞ്ഞു, അവതാരികയിൽ മാഷ് പറയുന്നുണ്ട്. ദാർവിഷിനെയൊക്കെ ഏറ്റവും ആദ്യം ഞാൻ വായിക്കുന്നത് KM മാഷിൽ നിന്നാണ്. ഇപ്പം ഗാസ ഇപ്പോൾ ഓറഞ്ചുകൾ വിൽക്കുന്നില്ല, അവ ടിന്നുകളിലാക്കിയ അവളുടെ രക്തമത്രേ എന്ന് KM മാഷാണ് അത് മലയാളിക്ക് ഏറ്റവും ആദ്യം പരിചയപ്പെടുത്തിയത് എന്നുള്ളത്. അപ്പം അത് നിലനിൽക്കുന്ന കാലഘട്ടത്തിലും ഏറ്റവും സംഗതമായ ഒരു 2 വരികളാണ് അത് എന്നുള്ളത്. അവസാനത്തെ അതിർത്തിയും കടന്ന്, അവസാനത്തെ വൻകരകളും കടന്ന് പക്ഷികൾ എങ്ങോട്ട് പറക്കാനാണ്, അവസാനത്തെ ആകാശവും കടന്ന് പക്ഷികൾ എങ്ങോട്ട് പറക്കാനാണ് എന്നർത്ഥം വരുന്ന ദാർവിഷിൻ്റെ കവിത മാഷ് ശ്മശാനങ്ങൾക്ക് സ്മാരകങ്ങളോട് പറയാനാവാത്തത് എന്ന് പറയുന്ന പുസ്തകത്തിൽ അത് വളരെ മനോഹരമായി, നമുക്കറിയാം മാഷ് പേഴ്സണലി എനിക്ക് കവിത പോലെ മനോഹരമായ ലേഖനങ്ങൾ എഴുതുന്ന മനുഷ്യൻ. അതുപോലെ മാഷ് അധികാരത്തെക്കുറിച്ച് സംസാരിച്ചു. ഞാൻ മാഷിനെ ഇരുത്തിക്കൊണ്ട് പറയുമല്ല, പേഴ്സണലി എനിക്ക് മാഷ് എൻ്റെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യണമെന്നതിന് ഒരു ചെറിയ ചടങ്ങായി മാഷ് പ്രകാശനം ചെയ്യണം എന്നുള്ളതിന് എനിക്ക് അങ്ങനെ ഒരു തീരുമാനം, അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ വരാനുണ്ടായ കാരണം, ഏതേത് കാലത്തും നമുക്കറിയാം അധികാരത്തിൻ്റെ പലതരം അപഭ്രംശങ്ങൾ നമുക്കിടയിലുണ്ട്. അധികാരം ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. പക്ഷേ KN എന്ന് പറയുന്ന മനുഷ്യന്, കവിത പോലൊരു മനുഷ്യൻ, അധികാരത്തിൻ്റെ എല്ലാ തൂവലുകളും തൂവലുകളും ഒഴിച്ചു കളഞ്ഞ മനുഷ്യൻ എന്നുള്ള നിലയിൽ ഈ കവിത സമാഹാരം മാഷ് പ്രകാശനം ചെയ്യുന്നുണ്ടായിരുന്നു. അത് നടന്നു, ഏറെ സന്തോഷമുണ്ട്. അതുപോലെ SP ഹൃദയം കൊണ്ട് ഈ കവിത നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഹൃദയം കൊണ്ടുള്ളൊരു ഭാഷയിൽ അത്രമേൽ സ്നേഹത്തോടെ ആ കവിതയോടുള്ള അത്രമേൽ കവിതയെ അറിഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. SP-ക്കും നന്ദി രേഖപ്പെടുത്തുന്നത്. അതുപോലെ പ്രിയപ്പെട്ട മനോജ് മാഷ് ഇങ്ങോട്ട് ഗസ്റ്റായി വരുന്ന സമയത്ത് MP മനോജാണ് നമ്മുടെ വകുപ്പ് അധ്യക്ഷൻ എന്നറിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം. മാഷിൻ്റെ കവിതകൾ വായിച്ച് മാത്രമാണ്. അപ്പം കവിയായ ഒരു വകുപ്പ് അധ്യക്ഷൻ്റെ കീഴിൽ വകുപ്പ് അധ്യക്ഷനോടൊപ്പം ജോലി ചെയ്യാനുള്ള അവസരം, അത് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഇങ്ങോട്ട് വരുമ്പം അറിഞ്ഞിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച്
ഓർത്തിട്ടുള്ളത്. അപ്പം അത്തരം കാര്യങ്ങളാണ് പൊതുവിൽ. മനോജ് മാഷിനും എൻ്റെ ഹൃദയം കൊണ്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ സഹായിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഗവേഷക സുഹൃത്തുക്കൾ, എൻ്റെ സഖാക്കൾ, മുഴുവൻ ആളുകളെയും സ്നേഹം കൊണ്ട്, ഹൃദയം കൊണ്ട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കും. മായ എൻ്റെ സുഹൃത്ത്, അതങ്ങനെ പ്രത്യേകിച്ച് ഒരു ഔപചാരികതയുടെ ആവശ്യമൊന്നുമില്ല. അവൾക്കറിയാം. നന്ദി.